Thank you, Dr. Manoj. Thank you, Dr. Sadat Seth. Thank you all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ മലയാളം വെബിനാറിന്റെ 1632 ദിവസം. ഇന്ന് മലയാളം സെഷനിൽ നമുക്ക് ഒരു പ്രത്യേക അതിഥിയാണ് എത്തുന്നത്. എന്താണ്, ആദിവാസി ഊരുകളിലെ ഡോക്ടർ അമ്മ എന്ന് വിളിക്കുന്ന ഡോക്ടർ സലില മുല്ലൻ ആണ് ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത്. ആദിവാസി ഊരുകളിലെ ചികിത്സാ അനുഭവങ്ങളാണ് ഡോക്ടർ നമുക്ക് പങ്കുവയ്ക്കുന്നത്. ഈ വേളയിൽ മലയാളം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ അധികം ഇങ്ങനൊരു ക്ലാസ് അല്ലെങ്കിൽ ചികിത്സാ അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ അതുകൊണ്ട് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഡോക്ടറുടെ ചികിത്സാ അനുഭവങ്ങൾ ആദിവാസി ഊരിൽ എങ്ങനെയാണ് നടത്തുന്നത്. ആഴ്ചയിൽ 2 ദിവസം ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അത് വളരെ കേട്ടപ്പോൾ അല്ലെങ്കിൽ വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്തായാലും ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു. ക്ലാസ്സോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇതിന്റെ വെബിനാറിൽ പങ്കെടുക്കുന്നത്. ഈ കുറച്ച് നാണക്കേടുണ്ട്. 1600 ചില്ലുവാനും ആയിട്ട് ഞാൻ ഇതുവരെ ഒന്നും പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നതിൽ ഇത്തിരി നാണക്കേടോടുകൂടിയാണ് സംവദിക്കുന്നത്. സുഖമില്ലാണ്ടിരിക്കുകയാണ്, പനിയുണ്ട്. ഇന്നലെ വയനാട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ. അപ്പൊ നല്ല പനിയും ജലദോഷമൊക്കെ ആയിട്ടാണ് വന്നത്. ആഴ്ചയിൽ 2 ദിവസം അല്ല കേട്ടോ ഞാൻ പോണത്. 2 ആഴ്ച കൂടുമ്പോൾ ഓൾട്ടർനേറ്റ് വീക്കെൻഡിലാണ് പോണത്, വയനാട്ടിലേക്ക് പോണത്. ഇപ്പൊ ഞാനിപ്പോ ഇത് എങ്ങനെയാ ഇത് പ്രസന്റ് ചെയ്യേണ്ടതെന്നുള്ളതിന് കേൾക്കാലോ അല്ലെ? എല്ലാവർക്കും കേൾക്കാം, നല്ലപോലെ കാണാം. അപ്പൊ ഒരു സംശയം, ഞാൻ ആദ്യം വയനാട്ടിൽ ചെന്നത് മുതലുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണോ? അവിടുത്തെ ചികിത്സ അതിനുള്ള ഒരു സാഹചര്യം എന്താണ്, ആദ്യം അങ്ങനെ പോകാനിടയായത് എല്ലാം പറയാലോ. ഞാന് കഴിഞ്ഞ 14 വർഷമായിട്ട് ഇപ്പൊ ആദിവാസികളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം തുടങ്ങിയത് ഒരു 2009-2010 കാലഘട്ടത്തിൽ എറണാകുളം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും കൂടി ബോർഡർ ആയിട്ടുള്ള കുട്ടമ്പുഴ പഞ്ചായത്തിലാണ്. അവിടെ കുട്ടമ്പുഴ പഞ്ചായത്തില് പൂയംകുട്ടി എന്ന് പറയുന്ന ആദിവാസി മേഖലയില്, വനമേഖലയാണ്, പൂയംകുട്ടി ആദിവാസി മേഖലയിലാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. 2009-2010 അപ്പൊ എവറി 2nd and 4th സൺഡേസിൽ ഇവിടുന്ന് ഞാൻ കാറിൽ അങ്ങോട്ട് പോവും. അങ്ങനെയാണ് പതിവ്. മെഡിസിൻസും ഒക്കെ കൊണ്ടുപോകും അവിടെ. അതൊരു ഓൾമോസ്റ്റ് 2011 വരെ നടത്തി. അപ്പോ അവിടെ കുറച്ച് അത്ര തന്നെ നമ്മളുടെ സേവനം അത്ര അത്യാവശ്യം ഇല്ല എന്ന് തോന്നി. ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ അവിടെ പോയി ഈ ഫ്രീ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട അത്ര പ്രശ്നങ്ങൾ അവിടെ ഇല്ല എന്ന് തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് ചെറിയ എഴുത്തിന്റെ അസ്കിത കൂടിയുള്ള ആളാണ്. അപ്പോ എൻ്റെ ഒരു പുസ്തകം, റൂമിയുടെ 101 പ്രണയഗീതങ്ങൾ എന്ന് പറഞ്ഞിട്ട് പുസ്തകം അന്ന് DC ബുക്സ് പ്രസിദ്ധീകരിക്കേണ്ടായി. അപ്പൊ ആ പുസ്തകത്തിന്റെ അവതാരിക എഴുതുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ കണ്ണൂരുള്ള, അന്ന് ദുബായിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പോ സൂഫിസത്തിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് എഴുതുന്ന, മലയാളത്തിൽ എഴുതുന്ന ശ്രീ EM ഹാഷിമാണ് അതിന് പറ്റിയ ആളെന്ന് DC ബുക്സിൽ നിന്ന് തന്നെ പറയും. അദ്ദേഹം തന്നെ എന്നെ അതിൽ പരിചയപ്പെടുത്തുകയും എൻ്റെ ആ പുസ്തകത്തിന് അദ്ദേഹം ശ്രീ EM ഹാഷിം അവതാരിക എഴുതി തരികയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ടായിരുന്നു, അകം പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് മാനന്തവാടിയിൽ വെച്ചൊരു വർക്ക്ഷോപ്പ് നടത്തി. ഞാൻ എൻ്റെ 2 പുസ്തകം പിന്നെ അകം ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ മാനന്തവാടി വെച്ചൊരു വർക്ക്ഷോപ്പ് നടത്തി. അതിന്റെ ഭാഗമായിട്ട് ഞാൻ മാനന്തവാടി ചെന്നപ്പോൾ സാധാരണയായിട്ട് എൻ്റെ ഒരു ശീലം അതാണ്, എവിടെ ടൂർ പോയാലും എവിടെ അങ്ങനെ പോയാലും സാധാരണ നമ്മൾ നാട് കണ്ടു പോരല്ലാതെ ആ ഭാഗത്തുള്ള ജനങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് ഒന്ന് അറിയാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ മാനന്തവാടി ചെന്ന് അവിടെ നമ്മള് ചുറ്റുമൊക്കെ ഒന്ന് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ പ്രവർത്തനം ആവശ്യമായിട്ടുള്ളത് ശരിക്ക് ഈ പൂയംകുട്ടിയിലല്ല, അതിനേക്കാളൊക്കെ വളരെ വളരെ മോശമാണ് ഈ മാനന്തവാടിയും
ചുറ്റുപാടുമുള്ള ആദിവാസികളുടെ അവസ്ഥ വളരെ മോശമാണെന്നും നമ്മളുടെ പ്രവർത്തനം കൂടുതൽ ആവശ്യം ഉള്ള സ്ഥലം ഇവിടെ മാനന്തവാടിയിലാണെന്നും വയനാട്ടിലാണെന്നും മനസ്സിലാക്കിയത് അപ്പൊ എൻ്റെ ആ വർക്ക്ഷോപ്പിന്റെ ഇടയിലാണ്. അങ്ങനെ ഞാൻ 2011 ഞാൻ മാനന്തവാടിയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ അകത്തേക്കുള്ള വാളാടെന്ന് പറയുന്ന കുടിയേറ്റ ഗ്രാമത്തിലാണ്. അവിടെ ഞാൻ ക്ലിനിക്കായിട്ട് തുടങ്ങുകയാണ് ചെയ്തത്. ക്ലിനിക്കായിട്ട് തുടങ്ങി. ഇവിടെ തൃപ്പൂണിത്തുറ ക്ലിനിക്കിൽ എൻ്റെ നീസ് ഡോക്ടർ കീർത്തി മുല്ലൻ ഉണ്ട്. അയാൾ പാസ്സായി വന്നതായിരുന്നു. അപ്പൊ അവളെ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ മാനന്തവാടിയിൽ ഈ വാളാട് ക്ലിനിക്കായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 9 മാസം ഞാൻ ക്ലിനിക്ക് അവിടെ റൺ ചെയ്തു. ക്ലിനിക്ക് റൺ ചെയ്തപ്പോഴാണ് നമ്മൾ ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. ഈ ആദിവാസികളുടെ പ്രശ്നം അവർക്ക് പ്രശ്നമല്ല, നമുക്കാണ് അവരുടെ പ്രശ്നം. അവര് പൊതുവെ ക്ലിനിക്കിലേക്ക് വരാൻ വിമുഖത കാണിക്കണവരാണ്. അവര് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരതങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. വളരെ വഷളാവുമ്പോഴാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ട്രീറ്റ്മെന്റിനൊക്കെ നോക്കണതും എല്ലാം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നടക്കണില്ല. അവിടെ ക്ലിനിക്ക് നടന്നത്. അപ്പൊ ഞാൻ ആ ക്ലിനിക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് മരുന്നുകളും ഒക്കെ ആയിട്ട് ഊരുകളിലേക്ക് പോവാൻ തുടങ്ങി. ഊരുകളിലേക്ക് പോയി തുടങ്ങിയപ്പോഴും ആദ്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു. നമ്മളെ കാണുമ്പോൾ ഇവരൊക്കെ ഓടി ഒളിക്കും. ചെല്ലുമ്പോൾ ഓടി അകത്ത് കയറുള്ളൂ. അസുഖം ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ അനുഭവം അതാണ്. അതുകൊണ്ടാണ് കേട്ടോ. പൊതുവെ അവര് പൊതുസമൂഹമായിട്ട് ഇടപെടാൻ ഇത്തിരി വിമുഖത കാണിക്കുന്നവരാണ്. പിന്നെ അവർക്ക് വിശ്വാസമില്ല പൊതുസമൂഹത്തിനെ. ആദ്യം ഒന്നും വിശ്വാസം ഉണ്ടാവില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ അനുഭവം അതാണ്. അവരുടെ അനുഭവത്തിൽ നിന്ന് അപ്പോ 2-3 പ്രാവശ്യം കൊണ്ടാണ്, 2-3 വിസിറ്റുകൾ കൊണ്ടാണ് നമുക്ക് അവരുടെ ഇടയിലേക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നത് തന്നെ. ഇപ്പൊ നമ്മൾ ചെയ്യാറ് മെഡിസിൻസും ഒക്കെ ആയിട്ട് പോവും. പറ്റണ ഏതെങ്കിലും ഒരു വളരെ വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ആണ് അവര് ജീവിക്കുന്നത്. ഞാനത് അവിടെ തന്നെ പണിയര്, കുടിച്യര്, കാട്ടുനായ്ക്കരൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും താഴേക്കടയുള്ളവര്, ഏറ്റവും മോശാവസ്ഥയിലുള്ളവരും പണിയരാണ്. അപ്പൊ പണിയ കോളനിയിലാണ് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പൊ പണിയരെന്ന് പറഞ്ഞാൽ ഇപ്പൊ പോലും ആൾക്കാർ അവരെ അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുള്ള സ്ഥിതിയാണ്. മാറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും തീണ്ടലും തൊടിയിലും ഒക്കെ ഉള്ള കൂട്ടത്തിലുള്ളതാണ്. മറ്റുള്ളവർ പണിയരെ വീടിന്റെ അകത്തേക്ക് കയറ്റില്ല, മുറ്റത്തേക്ക് പോലും കയറ്റില്ല എന്നൊക്കെയുള്ള അവസ്ഥയിലൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ അവിടെ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ അവിടെ താമസിക്കാൻ വെച്ചിരുന്നപ്പോ, ഈ 9 മാസം താമസിച്ചപ്പോ തന്നെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ താമസിപ്പിച്ചിരുന്നത് 2 പണിയരെയായിരുന്നു. ഒരു പണിയ ഭർത്താവിനെ, ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ, ഒരു കപ്പിളിനെ പണിയരെ താമസിപ്പിച്ചു. അപ്പൊ തന്നെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. പണിയരെയോ വീട്ടിൽ താമസിപ്പിക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവരെ വീട്ടിൽ താമസിപ്പിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, ഇവരെ വിചാരിച്ചാൽ നന്നാവും, കുഴപ്പമൊന്നുമില്ല. അവരെ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവര് ആ ഒരു അവസ്ഥയിലാവണത്. അവർക്ക് സാഹചര്യം കിട്ടിയാൽ അവര് മെച്ചപ്പെടും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ ഇതുമായിട്ട് മുമ്പോട്ട് പോവാൻ തന്നെ തീരുമാനിച്ചത്. അപ്പൊ ആദ്യം ഞാൻ ഓട്ടോറിക്ഷകളിൽ മരുന്നൊക്കെ കൊണ്ടുപോകും. മരുന്നൊക്കെ കൊണ്ടുപോയി ഓരോ കോളനി എന്നുള്ള വാക്ക് ഇപ്പൊ പറയാൻ പാടില്ല, കോളനി എന്നുള്ള വാക്ക് ബാൻ ചെയ്തേക്കാണ്. ഊരുകളില്. പക്ഷെ എന്നാലും നമ്മളുടെ ശീലം കാരണം അറിയാതെ ഇടയ്ക്ക് കോളനി എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞു പോകട്ടോ. അവര് തന്നെ പറയും. ഊരുകളിലേക്ക് ചെന്നിട്ട് അവിടെ വളരെ വൃത്തികെട്ട അവസ്ഥയുള്ള സ്ഥലങ്ങളാണ്. വെള്ളം ഇടയ്ക്ക് കോഴികളും ഉണ്ടാവും, കുഞ്ഞുങ്ങളും ഉണ്ടാവും. എല്ലാവരും കൂടി ഇങ്ങനെ കുത്തി മറിയണ അവസ്ഥയിലൊക്കെയുള്ള വളരെ മോശം അവസ്ഥയിലാണ് നമ്മൾ ചെല്ലണ സമയത്ത്. ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് മെച്ചപ്പെട്ടു നമ്മൾ ചെന്നതിനേക്കാളും ഒക്കെ. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ചെന്ന് അപ്പൊ ഡിസ്മാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാവുന്ന ടൈപ്പിലുള്ള ടേബിളും ഒക്കെ ആയിട്ടാണ് പോവാറ്. ടേബിൾ എവിടെയെങ്കിലും കൊണ്ടിടും. എന്നിട്ട് മരുന്നൊക്കെ നിരത്തി വെക്കുമ്പോഴത്തേക്കും ആദ്യമൊന്നും ആരും വരില്ല. പിന്നെ നമ്മൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങി നടന്നൊക്കെയാണ്. പിന്നെ കുറച്ച് 1-2 പേരായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി പേഷ്യൻസ് വന്നു തുടങ്ങും. അങ്ങനെയാണ്. പിന്നെ ഇവര് നമ്മളെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചികിത്സ മാത്രമല്ല, അവരുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെടണം എന്നുള്ള മട്ടാണ്. അവരുടെ വീട്ടിലെ വഴക്കുകൾ തീർക്കുക, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ അത് തീർക്കണം,
വെള്ളാടി പ്രശ്നങ്ങൾ, അതൊക്കെ അവരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ വെള്ളാടിക്കലും മുറുക്കലുമാണ്. പുകയില ഉപയോഗിക്കൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. കുഞ്ഞു കുട്ടികൾക്ക് വരെ തൊട്ടിക്കിടക്കുന്ന കുഞ്ഞിന് വലിയ സ്നേഹപൂർവ്വം അവര് മുറുക്കാൻ വായിൽ ചവച്ചിട്ട് വായിൽ നിന്ന് എടുത്ത് വെച്ചു കൊടുക്കും. ഒരു അങ്ങനത്തെ ഒരു രീതിയാണ്. അവര് നല്ല കാര്യമായിട്ട് കൊടുക്കണതാ, വലിയ കാര്യമായിട്ട് കൊടുക്കണതാ. ചെറിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പല്ല് മുറുക്കി. അപ്പൊ അങ്ങനെ ശീലിക്കുമ്പോ പിന്നെ അവർ ഒരു തെറ്റായിട്ട് അവർക്ക് അറിയില്ലല്ലോ. ഒരു മുറുക്കും, കുറച്ചും കൂടി കഴിഞ്ഞാൽ വെള്ളാടി തുടങ്ങും. ആണുങ്ങളും പെണ്ണുങ്ങളും വെള്ളം അടിക്കും. അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയിൽ ജീവിച്ചവരാണ്. നമ്മളിപ്പോ പോകുമ്പോ പലപ്പോഴും ബ്രഷും പേസ്റ്റും വരെ കൊണ്ടാണ് പോവുക. ഒരു കുറെ പാക്കറ്റ് ബ്രഷ് ഉണ്ടാവും എൻ്റെ കയ്യില്, പേസ്റ്റ്, ചെറിയ ചെറിയ പേസ്റ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ കൊണ്ടാ പോവാറ്. പിന്നെ ഡ്രസ്സ് കൊണ്ടുപോകും. ഡ്രസ്സ് ഞാനിവിടെ തൃപ്പൂണിത്തുറ ക്ലിനിക്കിൽ ഡ്രസ്സ് കളക്ട് ചെയ്യുമായിരുന്നു. ഡ്രസ്സ് കൊണ്ടുപോകും. പിന്നെ അങ്ങനെ എല്ലാ വിശേഷങ്ങൾക്കൊക്കെ അവർക്ക് ഫുഡ് കൊടുക്കുക. അങ്ങനത്തെ ഞാനിപ്പോ ഒരു 11 വർഷമായിട്ട് എല്ലാ ഓണത്തിനും ഞാൻ അവരുടെ കൂട്ടത്തിലാണ്. ഞാൻ അവർക്ക് ഓണത്തിന് അവർക്ക് ഭക്ഷണം കൊടുക്കും. ഞാനും അവരുടെ കൂട്ടത്തിലായിരിക്കും എല്ലാ തവണ. അങ്ങനെ ഇപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ ഇടപിടിക്കുന്ന അവസ്ഥയാണ്. പിന്നെ അസുഖങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ന അസുഖം എന്ന് പ്രത്യേകിച്ച് പറയാനില്ല. ഈ പണിയരുടെ ഇടയിൽ പണിയരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നേച്ചറുമായിട്ട് വളരെ ഇടപഴകി ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അധികം ഈ കുട്ടികളുടെ മരണം അങ്ങനെയൊന്നും ഞാൻ ചെന്നിട്ട് ഇതുവരെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു കുട്ടികളുടെ മരണം പോലും ഉണ്ടായിട്ടില്ല അവിടെ. അങ്ങനെ അതുപോലെ ഇടയ്ക്ക് പ്രായമായി തന്നെയാണ് ആൾക്കാരൊക്കെ മരിക്കണതെല്ലാം പ്രായമായിട്ട് മരിച്ചവർ തന്നെയാണ് ഉണ്ടാവുന്നത്. അല്ലാതെ അത്രയ്ക്ക് വലിയ ഇന്ന ഒരു അസുഖം അവരുടെ ഇടയിൽ കൂടുതലുണ്ട് എന്ന് പറയാൻ നമുക്കില്ല. സാധാരണ ജനറൽ കാണുന്ന അസുഖങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഏറ്റവും ഇതെന്താ വെച്ചാൽ ക്ലീൻലിനെസിന്റെ പ്രശ്നമാണ് ഏറ്റവും പ്രശ്നം. കുളിക്കില്ല, ഡ്രസ്സ് വാഷ് ചെയ്യില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഏറ്റവും കൂടുതലുള്ളത് സ്കിൻ ഡിസീസാണ് അവരുടെ ഇടയിലുള്ളത്. എല്ലാവരും പറയും ചൊറിയാണ്. എങ്ങനെയാ പറയാ, അവന് ചൊറി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ ഈ എക്സിമയൊന്നും അല്ല. മേല് മുഴുവൻ ചൊറിച്ചില് കൂടുതൽ. കുളിക്കില്ല, പിന്നെന്താ ചെയ്യുക? കുളിക്കുകയില്ല, ഡ്രസ്സ് വാഷ് ചെയ്യില്ല. അപ്പൊ നമ്മൾ സോപ്പ് മുതൽ നമ്മൾ കൊണ്ടുപോകും. അങ്ങനെയാണ്, സോപ്പ് കൊടുക്കും. പിന്നെ അപ്പൊ ഞാൻ ഇവർക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഡോസ് സൾഫർ കൊടുക്കും. അതാണ് പതിവ്. എല്ലാവർക്കും എന്ന് പറഞ്ഞ പോലെ സൾഫർ കൊടുക്കാറുണ്ട്. സൾഫറിൽ തുടങ്ങേണ്ടി വരും വരും. പിന്നെ അങ്ങോട്ട് സ്കിൻ ഡിസീസിന്റെ ഓരോന്നിന്റെ അനുസരിച്ചിട്ട്, ഓരോ രീതി അനുസരിച്ചിട്ട് നമ്മുടെ മെഡിസിൻസ് ഒക്കെ എല്ലാം തന്നെ കൊടുക്കുന്നത്. പിന്നെ കാണുന്നത് ഈ സ്കിൻ ഡിസീസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ കൂടുതൽ കാണുന്നത് ഈ മുറുക്കൽ കാരണം, മുറുക്കലും ആൽക്കഹോളും പുകയിലയുടെ ഉപയോഗം കാരണം ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് വായ്പുണ്ണ് ഉണ്ടാവും. മാത്രമല്ല അൾസർ പിന്നെ പിന്നെ ക്യാൻസർ വരെ ആവുന്നുണ്ട്. പക്ഷെ ഈ പുകയില ഉപയോഗം ഇവർക്ക് ഇപ്പോഴും, വെള്ളാടി ഒരുപാട് കുറഞ്ഞെങ്കിലും പുകയില ഉപയോഗം ഇപ്പോഴും കുറയ്ക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ചെറിയ പിള്ളേരുടെയൊക്കെ പുകയില ഉപയോഗം കുറെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ അറിയാം. നമ്മളിത് പറഞ്ഞ് കുട്ടികളൊക്കെ കുറെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് അപ്പൊ നമ്മൾ മരുന്ന് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അസുഖം എന്ന് പ്രത്യേകമായിട്ട് പറയാനായിട്ട് അവിടെ അങ്ങനത്തെ ഒരു അസുഖം പറയാനില്ല. കൂടുതലായിട്ട് പിന്നെ വേറൊരിത് നമ്മൾ ഇവിടെ കാണാത്ത ഒരു അസുഖമുള്ളത് സിക്കിൾ സെൽ അനീമിയ. ഞാൻ പോകുന്ന ഒരു ഊരിൽ സിക്കിൾ സെൽ അനീമിയ ഉണ്ട്. അത് ഇത്തിരി പ്രശ്നക്കാരൻ അസുഖമാണെന്ന് അറിയാമല്ലോ. സിക്കിൾ സെൽ അനീമിയ ഇൻക്യൂറബിൾ ആണ്. പക്ഷെ ഭയങ്കര അത്ഭുതം എന്ന് വെച്ചാൽ നമ്മുടെ മെഡിസിൻ കൊടുത്തു തുടങ്ങിയ പിന്നെ ഇപ്പൊ മറ്റത് അവരെ മാസത്തിൽ 1-2 പ്രാവശ്യം ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരുന്നിരുന്ന കാര്യം ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അങ്ങനെ പെട്ടെന്ന് നെഞ്ചുവേദന വരികയോ അല്ലെങ്കിൽ പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വരുമായിരുന്നല്ലോ. സിക്കിൾ സെൽ അനീമിയയുടെ സിംറ്റംസ് അതാണല്ലോ. പക്ഷെ ഇപ്പൊ ഇല്ല. നമ്മുടെ ഫെറമെറ്റ് ഞാൻ ആദ്യം സിഫിലിനം കൊടുത്തിരുന്നു. സിഫിലിനത്തിലാണ് ഞങ്ങളുടെ ബാച്ചിന്റെ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിച്ചതാണ് സിഫിലിനം കൊടുക്കാം എന്നുള്ളത്. സിഫിലിനം
ഈ സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്കാർക്ക് ആദ്യം സെഫിലിനം ആഴ്ചയിൽ 1 ഡോസ് വീതം കൊടുത്തിരുന്നു, പിന്നെ മാസത്തിൽ 1 ഡോസ് കൊടുത്തിരുന്നു. ഇപ്പൊ വൺസിനെ വൈലേ കൊടുക്കുന്നുള്ളൂ. സ്ഥിരമായിട്ട് ഫെറമെറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഫോളിക് ആസിഡ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, അതൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം കഴിച്ചിരുന്നെങ്കിൽ നേരത്തെ എപ്പോഴും ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നവർ ഇപ്പൊ അങ്ങനെയില്ല, ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരണേ ഇല്ല എന്നുള്ള വളരെ വൺസിനെ വൈൽ മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ പഴയതുപോലെ മഞ്ഞ നിറമായിട്ട് മെലിഞ്ഞു കുത്തിയൊന്നും അല്ലാതെ സ്കൂളിൽ പോണ ഇപ്പൊ +1 പഠിക്കുന്ന ഒരു കുട്ടി തന്നെ പോലും ഉണ്ട്. അതിനൊന്നും തീരെ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരുന്നില്ല. അത് നമ്മുടെ വലിയൊരു വിജയമായിട്ടാണ് തോന്നുന്നത് ഒരു സിക്കിൾ സെൽ അനിമിയയുടെ കാര്യത്തിൽ. പിന്നെ നമുക്ക് അവിടെ പറയാവുന്ന അസുഖങ്ങള് സോറിയാസിസും ഒക്കെ സ്കിൻ ഡിസീസ് തന്നെയാണ്. എനിക്ക് വളരെ അത്ഭുതകരമായ ഒരു കേസ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഒരു സോറിയാസിസ് കേസില് ഞാന് അപ്പൊ അന്ന് എൻ്റെ കയ്യിൽ മെഡിസിൻ റെസ്റ്റോക്സ് വണ്ണമും തൈറോയിഡിനുമാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, ഉണ്ടായിരുന്നില്ല. അപ്പൊ മാനന്തവാടിയിൽ ഒരു ഹോമിയോ മെഡിക്കൽ സ്റ്റോർ ഇട്ട് ഞാൻ അങ്ങോട്ട് ഇവർക്ക് പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു. പിന്നീട് ഇവർ എൻ്റെ അടുത്ത് വന്നില്ല. ഒരു വർഷം കഴിഞ്ഞപ്പോ ഇയാളുടെ വൈഫിന് എൻ്റെ അടുത്ത് വൈഫിന്റെ ട്രീറ്റ്മെന്റിന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അസുഖം എന്തായി? അതൊക്കെ മാറിയല്ലോ എന്ന് ചോദിച്ചു. എങ്ങനെയാ എന്ത് ഇതുകൊണ്ടാ മാറിയതെന്ന് ചോദിച്ചു. സാറ് തന്നെ മരുന്നുകൊണ്ടല്ലേ മാറിയതെന്നാണ് ചോദിക്കുന്നത്. സാറല്ലേ തന്നെ നമുക്ക് കുടിച്ചു തന്നെ. ഞാൻ അത് തന്നെ കഴിച്ചുകൊണ്ടിരുന്നിരുന്ന പൂർണ്ണമായിട്ടും മാറിയെന്ന്. അതായത് അങ്ങനെ ഒരുപാട് സ്ഥലത്തൊക്കെ ട്രീറ്റ് ചെയ്തവരാണ്. കുറിച്യർക്ക് പണിയേ അല്ല, കുറിച്യരാകുമ്പോൾ കുറേം കൂടി സമൂഹമായിട്ട് ബന്ധവും ജോലിയൊക്കെ ഉള്ളവരാണ്. അപ്പൊ ഒരുപാട് സ്ഥലത്ത് പോയി ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയതാണ്. ഇയാൾ ആദ്യം വരുമ്പോൾ ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരുന്നത്. കൈ രണ്ടും പൂർണ്ണമായിട്ടും പുറത്ത് കാണിക്കാൻ പറ്റാത്തത്ര മോശമായിട്ടായിരുന്നിരുന്നത്. പക്ഷെ പൂർണ്ണമായിട്ട് മാറി. അത് നമുക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഈ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു എന്നുള്ളത്. പ്രിസ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ട് അവരതങ്ങനെ മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. അത് പൂർണ്ണമായിട്ടും മാറി. ഇത്രയൊക്കെ പറഞ്ഞ പോരെ ഞാൻ അവിടുത്തെ ചികിത്സാ രീതികളൊക്കെ. പിന്നെ ആൾക്കാരെന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കുകയല്ലേ നല്ലത്. ഇങ്ങോട്ട് ചോദിച്ചാൽ ഞാൻ അതിന് പറഞ്ഞാൽ പോരെ. സോറിയാസിസിന് മെഡിസിൻ എന്ത് കൊടുത്തു? സോറിയാസിസിന് ഞാൻ പറഞ്ഞേ, ഞാൻ റെസ്റ്റോക്സ് വണ്ണമും തൈറോയിഡിനും 3X ആണ് കൊടുത്തത്. അത് ഞാൻ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു. അവരത് മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. ഞാൻ അറിഞ്ഞില്ല മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവര് പറയണത് അത് പൂർണ്ണമായിട്ടും മാറിയെന്ന. സാറ് എഴുതി തന്നുകൊണ്ട് അല്ലേ മരുന്ന് തന്നെയെന്നാ ചോദിക്കണേ അവര്. അതിന്റെ റെപ്പറ്റീഷനും കൂടെ അതാണ് കഷ്ടം. എങ്ങനെ അവര് റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്നതായിരിക്കും എന്ന് പറയാ, കുറയുന്നിടം വരെ. അതെ അതാണ് ഞാൻ വണ്ണം ഞാൻ കൊടുത്തിരുന്നു. മാസത്തിൽ 2 ഡോസ് ഞാൻ അവർക്ക് 2 ഡോസ് റെസ്റ്റോക്സ് വണ്ണമാണ് ഞാൻ എഴുതി കൊടുത്തിരുന്നത്. ഇവരിത് തീർന്നപ്പോ വീണ്ടും മേടിച്ച് കഴിച്ചു കാണും. അതാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറി. ഇതുവരെ പിന്നെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതുണ്ടോ? അവിടുത്തെ ജനറൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ തന്നെ ഉള്ള അസുഖങ്ങളൊക്കെ അല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഇന്ന അസുഖം എന്ന് പറയാനായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ ആദ്യമായിട്ട് ഒരു ടിപ്പിക്കൽ അബ്രോട്ടാനം ചൈൽഡിനെ ഞാൻ കണ്ടത്. നമ്മൾ അബ്രോട്ടാനം ചൈൽഡിന്റെ ഇമേജ് നമ്മൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. ടിപ്പിക്കൽ ആയിട്ടുള്ള അബ്രോട്ടാനം ചൈൽഡിനെ കണ്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ശരിക്കും മരാസ്മസ് ഒക്കെ ആയിട്ട് ടിപ്പിക്കൽ അബ്രോട്ടാനം ചൈൽഡ്. അബ്രോട്ടാനം തന്നെ ഞാൻ കൊടുത്തു. പിന്നെ ആ കുട്ടി നല്ലോണം മെച്ചപ്പെട്ട് പോരുകയും ചെയ്തു. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ എന്തെങ്കിലും ചോദിക്കുകയാണ് നല്ലത് കേട്ടോ, അവിടുത്തെ അനുഭവങ്ങളെ കുറിച്ചാണെങ്കിലും ഇതിനെ കുറിച്ചോ. അല്ലാതെ എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് അവിടുത്തെ കാര്യങ്ങൾ സംശയം ചോദിക്കാൻ വേണ്ടി സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ചോദിക്കും. ഡോക്ടറെ ചോദിച്ചു. ഷൈൽ ഡോക്ടറെ, അത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഓപ്പൺ ചെയ്തായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എങ്ങനെയൊക്കെയാണ് അവിടുത്തെ അനുഭവങ്ങൾ അറിയാനേ. അല്ലേ, എല്ലാരും ചോദിച്ചോട്ടു. ഹാൻഡ് റൈസ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ അതെ. അല്ല, ഇപ്പൊ അവിടെ ഈ ആളിലും തർക്കങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്
അതിനകത്ത് മെഡിസിനൽ ആപ്ലിക്കേഷൻ കൂടി ചെയ്യാറുണ്ടോ? പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തർക്കം തീർക്കാനൊക്കെ ചെയ്യുമ്പോഴൊക്കെ? തർക്കം തീർക്കാൻ അത് പക്ഷെ അവരറിയാൻ പാടില്ല, അവരറിയാതെ കൊടുക്കേണ്ടി വരും. അതെ അതെ അതെ. എന്നുവെച്ചാൽ ഞാനിപ്പോ അവരുടെ ഒരു വീട്ടിലെ മെമ്പറെ പോലെ ആയതുകൊണ്ട് ഇവരുടെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. സ്വഭാവം അറിയാം. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ സ്ത്രീകൾക്ക് പലപ്പോഴും ഒരുപാട് സെപ്പിയ കൊടുക്കേണ്ടി വരാറുണ്ട്, സ്ത്രീകൾക്ക് കൊടുക്കാറുണ്ട്, സെപ്പിയ കൊടുക്കേണ്ടി വരാറുണ്ട്. ഒരു വഴക്കാളികൾ അതുപോലെ നക്സോമിക്ക കൊടുക്കേണ്ടി കൊടുക്കാറുണ്ട്. പിന്നെ എനിക്കറിയാലോ ഇവരെ കുറിച്ച്, ഇവരുടെ സ്വഭാവം അറിയാം. അപ്പൊ തർക്കങ്ങൾ തീർക്കാനും വഴക്ക് തീർക്കാനും വരുമ്പോ നമ്മളുടെ മെഡിസിൻ എന്താണെങ്കിലും അതിന്റെ ഇടയ്ക്ക് കൊണ്ട് കൊടുക്കാൻ നടക്കൂലല്ലോ. നിങ്ങൾ ഈ ഒരു ഡോസ് മരുന്ന് കഴിച്ചാൽ ഈ പ്രശ്നം തീരുന്ന് പറയാൻ പറ്റില്ല. ഞാൻ മെഡിസിൻ കൊടുക്കുമ്പോൾ അവർക്ക് അതനുസരിച്ചിട്ട് കൊടുക്കും. ഈ നഗരവാസി സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരും അല്ലെങ്കിൽ അവിടുത്തെ ആദിവാസി സ്ത്രീ പുരുഷന്മാരെന്ന് വെച്ചുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നമുക്ക് എന്താ തോന്നണം? നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, എന്താണ് പെരുമാറ്റങ്ങൾ, ബിഹേവിയർ പാറ്റേണിൽ? ബിഹേവിയർ പാറ്റേൺ ഇത് പറഞ്ഞല്ലോ, ജാട തീരെ ഇല്ല. അതാണ് ഏറ്റവും വലിയത്. ആദ്യം നമ്മളെ തീരെ അംഗീകരിക്കില്ല. അംഗീകരിച്ചു കഴിയുമ്പോ പിന്നെ എല്ലാ കാര്യത്തിനും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ അവിടെ നമ്മൾ പറയണ ഈ സോക്കോൾഡ് ഈ സദാചാരമൊന്നും ഇല്ല അവരുടെ ഇടയിൽ. ഈ പറയുന്ന സദാചാരങ്ങളൊന്നും ഇല്ല. നമ്മളുടെ റിലേഷൻസ് ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, നമുക്ക് മനസ്സിലാവില്ല. ഒരാളുടെ ഭാര്യയാണ് ഇന്നയാളുടെ ഭാര്യയാണെന്ന് പറയും, ഒരു കുട്ടിയുടെ അച്ഛൻ ഇന്നയാളാന്ന് പറയും, വേറൊരു കുട്ടിയുടെ അച്ഛൻ വേറൊരാളാന്ന് പറയും. ചിലപ്പോ 4 ഭാര്യമാരുണ്ടാവും. ഇപ്പൊ ഈ കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ തന്നെ അവരുടെ ഇടയിൽ വന്നത് ഇപ്പോഴാണ് അങ്ങനെ ഒരു കല്യാണമായിട്ടൊക്കെ. മറ്റത് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഒരു 3 ചേച്ചി, ഞാൻ പോകുമ്പോ ഒരു മൂപ്പന് 4 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ 3 പേര് ചേച്ചി അനിയത്തിമാര് തന്നെയാണ്, ഒരാള് വേറെയാള്. ഇവരൊക്കെ വളരെ യാതൊരു തമ്മിത്തല്ലും ഇല്ല, വഴക്കില്ല, ഒന്നും ഇല്ലാണ്ട് ഒരു ഒന്നിച്ച് തന്നെ അവിടെ താമസിക്കുന്നുണ്ടാവും. പ്രശ്നം എന്ന് വെച്ചാൽ അല്ലാതെയുള്ള വഴക്കുകളല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവരുടെ ഇടയിൽ. സോഷ്യലിസം ഏറ്റവും കൂടുതലുള്ളവരാണ്. ഇപ്പൊ നമ്മൾ ഡ്രസ്സ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആർത്തിയില്ല അവർക്ക്. നമ്മള് ഇപ്പൊ ഡ്രസ്സ് കൊടുക്കുമ്പോ 3 ഷർട്ട് കൊടുത്താൽ ഒരു ഷർട്ട് മറ്റേ ആൾക്ക് കൊടുക്കും. നമ്മളിപ്പോ കൊടുക്കുന്ന ഡ്രസ്സ് അടുത്ത ദിവസം കാണുമ്പോൾ വേറെ ആളാവും ഇട്ടേക്കണത്. അങ്ങനെയാണ്. അല്ലാതെ എല്ലാം കൂടി എനിക്ക് വേണമെന്നില്ല. പിന്നെ ഏറ്റവും രസകരമായ ഒരു ഇത്, പണിയരെന്നാ പറയണെങ്കിലും മടിയരാണ് ശരിക്കും. ഭയങ്കര മടിയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇപ്പൊ ഇത്രയും ചെയ്യണം. നമ്മൾ ഒരു പണിക്ക് വിളിച്ചാൽ പോലും അവര് കൂലിയൊക്കെ കൂട്ടി പറയും. എന്തിനാ പണിക്ക് വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീട്ടിൽ തന്നെ 10ഉം 20ഉം മെമ്പർമാരുണ്ടാവും. അതിൽ ഒരാളായിരിക്കും ഒരു ദിവസം പണിക്ക് പോണത്. അത്ര എന്നിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് കിട്ടണ ഇതുകൊണ്ട് എല്ലാവരും സുഖമായിട്ട്. പിന്നെ ഇപ്പൊ എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ അരിയൊക്കെ ഫ്രീ ആണല്ലോ, ഫുൾ ഫ്രീ ആണ്. അപ്പോ അവർക്ക് മുറുക്കാൻ മേടിക്കാനും ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. കടക്കാരൊക്കെ പറയാറുണ്ട്, ഞാൻ അവിടെ ക്ലിനിക്ക് തുടങ്ങിയപ്പോ വാളാടി ചെന്നപ്പോ എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. ഏത് കടയിൽ ചെന്നാലും മുമ്പിൽ തന്നെ വെറ്റിലയും പുകയിലയും കച്ചവടത്തിന് വെച്ചിട്ടുണ്ടാവും, എല്ലാ കടയിലും. അപ്പൊ ഇവര് മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഫസ്റ്റ് ഈ ലിസ്റ്റിലെ ഫസ്റ്റ് പ്രിഫറൻസ് ഇവർക്ക് ഇതാണ്. ലീസ്റ്റ് ആയിരിക്കും മറ്റു അരിയോ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ ഏറ്റവും അവസാനമായിരിക്കും. പിന്നെ ബാക്കി പൈസ ഉണ്ടെങ്കിലായിരിക്കും. ഇതാണ് അവർക്ക് വേണ്ടത് എപ്പോഴും. അവരുടെ ഇങ്ങനെ ഡ്രസ്സിങ്ങിന്റെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു മടിക്കുത്തെന്നല്ല, ഒരു മടി, ഇങ്ങനെ ഒരു വലിയൊരു ഇതായിട്ടുള്ള ഒരു മടി ഉണ്ടാവും. അതിന്റെ അകത്ത് മുഴുവൻ കൂടുതലായിട്ടും ഈ വെറ്റിലയും പുകയിലയും സാധനങ്ങളായിരിക്കും. പിന്നെ ഇവരുടെ രീതി അങ്ങനെയാണ്. ശരിക്ക് ആദ്യമൊക്കെ ഒരു നേരം ഭക്ഷണം കഴിക്കണവരായിരുന്നു. രാത്രി മാത്രമാണ് അവർ ഭക്ഷണം കഴിക്കുക. രാത്രിയാണ് അവർ വയ്ക്കുക. എന്നിട്ട് രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് തീ കായൽ ഒരു വളരെ വലിയതായിട്ടുള്ള ഒരു അവിടെ പൊതുവെ തണുപ്പാണല്ലോ. ഇപ്പൊ തണുപ്പ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവിടത്തെ. എന്നാലും തീ കായുക, എല്ലാരും കൂടി വട്ടം കൂടി ഇരുന്ന് അവരുടെ തുടികൊട്ടി പാട്ടുപാടി, അത് കഴിഞ്ഞ് വെള്ളം അടിച്ച് തമ്മി തല്ലി ഒക്കെ കിടന്നുറങ്ങി രാവിലെ വളരെ ലേറ്റ് ആയിട്ട് എണീക്കും. വെയിലും കാഞ്ഞിരിക്കും. പല്ല് തേക്കലൊന്നും അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല അവർക്ക്. എല്ലായിടത്തും മുറുക്കി തുപ്പി തലേ ദിവസത്തെ ഉണ്ടെങ്കിൽ കഴിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പൊ 2 നേരം ഭക്ഷണം എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട്. മറ്റത് ഒരു നേരം വയ്ക്കൽ കുക്കിംഗ് ആണ് അവരുടെ രീതി തന്നെ. ഉണ്ടെങ്കിൽ കഴിച്ചൊക്കെ കഴിഞ്ഞ് നല്ല വെയിലാവുമ്പോ ഇവരെല്ലാം ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നടക്കാൻ പോവാന്ന് പറഞ്ഞു പോകും. എനിക്ക് ആദ്യം ഈ വെയിലത്ത് നടക്കാൻ പോണോന്ന് ഞാൻ ചോദിക്കാറുണ്ട്. നടക്കാൻ പോവാന്നാണ് അവരുടെ ഭാഷ. നടക്കാൻ പോവാന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഗ്രൂപ്പായിട്ട് പോവും. കയ്യിൽ അരിവാളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ മടിക്കുത്തിലൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ മുഴുവനും ഈ തോട്ടമാണല്ലോ.
അപ്പൊ ഇവരിങ്ങനെ തോട്ടം കയറി ഇറങ്ങി പോവും. അവിടെയൊക്കെയുള്ള എല്ലാം ഇവരുടെ അവകാശം പോലെ കിടക്കണ അടയ്ക്ക പെറുക്കും, നാളികേരം വീണിട്ടുണ്ടെങ്കിൽ അത് പെറുക്കും, കിഴങ്ങുകളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവര് അതൊക്കെ കളക്ട് ചെയ്യും. അത് കഴിഞ്ഞ് കുറെ എവിടെയെങ്കിലും വട്ടം കൂടി ഇരുന്ന് മുറുക്ക് തുപ്പി കുറെ നേരം ഇരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇവര് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവരുടെ മടിയിലും തലയിലും ഒക്കെ കുറെ സാധനങ്ങളൊക്കെ ഇട്ടായിട്ടുണ്ടാവും. വിറകുണ്ടാവും, പിന്നെ കിഴങ്ങുകൾ ഉണ്ടാവും, പിന്നെ അതുപോലെ ഞണ്ട് പിടിക്കല്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാമായിട്ടാണ് അവർ വരണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണവരായതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണത്. പിള്ളേര് ഈ സ്കൂളുകളൊക്കെ അവിടെ അടുത്തുണ്ട്. പക്ഷെ സ്കൂൾ തുറക്കണതിന് മുമ്പായിട്ട് ടീച്ചേഴ്സൊക്കെ വന്ന് സ്കൂളിലൊക്കെ കുട്ടികളെ ചേർക്കണൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെ ഭാഷ വേറെയാണ്, ഇവരെ എല്ലാവരും കൂട്ടത്തിൽ കൂട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് പറയണ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ ഇതുപോലെ ഒരു അച്ചടക്കത്തിലൊന്നും ക്ലാസ് റൂമിലൊന്നും ഇരിക്കാനൊന്നും അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർ ശീലിച്ചേക്കണത് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഞണ്ട് പിടിച്ചും പറമ്പുകളിൽ കുഴിയും അങ്ങനെ പോയാണ് ശീലം. പിന്നെ അവർക്ക് കോംപ്ലക്സ് വല്ലാതെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും മറ്റുള്ളവർ ഇവരെ അകറ്റി നിർത്തുകയും ചെയ്യും. അവർക്ക് ഇടപഴകാനും ബുദ്ധിമുട്ടായതുകൊണ്ട് അവര് 1-2 മാസം കൊണ്ട് ഡ്രോപ്പ് ഔട്ട് ആവും. പേരൻസിനൊട്ടും അവന് മടിയാന്ന് പറയും, അവൾക്ക് മടിയാന്ന് പറയും. അതൊക്കെ നമ്മളിപ്പോ ഇടപെട്ട് നമ്മൾ അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ. പക്ഷെ ആ കാര്യത്തിൽ ഇപ്പോഴും പുറകോട്ട് തന്നെയാണ്. ഡോക്ടർ ഒരു ഇനി പയ്യനുണ്ട്. 2-3 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്താ ചോദിക്കാനുള്ളതെന്ന് ചോദിക്കാം. ശ്രീധരക്കുറുപ്പ് സാറേ ചോദിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഞാൻ ചോദിക്കുന്നത്, ഡോക്ടർ ഫ്രീ ആയിട്ടായിരുന്നു മരുന്ന് കൊടുത്തത് അതോ പൈസക്കാണോ കൊടുത്തുകൊണ്ടിരുന്നത്? ഫുൾ ഫ്രീ ആണ്. ഡോക്ടറുടെ ചെലവ് എങ്ങനെയാ? അത് എനിക്ക് തൃപ്പൂണിത്തുറ ക്ലിനിക്കിൽ കിട്ടുന്ന കളക്ഷൻ മുഴുവൻ ഞാൻ അങ്ങോട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് അറിഞ്ഞ ആരെങ്കിലും എന്നെ എന്തെങ്കിലും സഹായിച്ചാൽ ഞാൻ സ്വീകരിക്കും. അല്ലാതെ ഞാൻ ഫണ്ട് കളക്ഷൻ ഒന്നും നടത്താറില്ല. പിന്നെ വേറൊന്നുണ്ട്. ഇതിനിടയ്ക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ പോലീസ് ഇങ്ങനെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. നമ്മൾ 2-3 പ്രാവശ്യം അന്വേഷിച്ചു വന്നു. എന്ന് വെച്ചാൽ ഈ മാവോയിസ്റ്റ് പ്രശ്നമൊക്കെ അവിടെ വളരെ കൂടുതലുള്ളതാണ്. അവരും ഈ ആദിവാസി കോളനികളിൽ തന്നെയാണ് അവരും കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ പോലീസൊക്കെ അന്വേഷിച്ച് വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇതിനൊരു ആധികാരികത വേണമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഈ EM ഹാഷിം എന്ന് പറഞ്ഞ ഹാഷിം ക അതിന്റെ ചെയർമാനും ഞാൻ സെക്രട്ടറി ആയിട്ട് ഒരു ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ വർക്കൊക്കെ ഞാൻ തന്നെയുള്ളൂ, 1 മാൻ ഷോ ആയിട്ട് തന്നെയാണ്. എനിക്ക് ഹെൽപ്പിന് ഒരു തങ്കഞ്ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് അവിടെ. ആ ചേട്ടനാണ് ഓംനി വാനിലാണ് ഇപ്പൊ ഞാൻ പോവുക, മെഡിസിൻസ് ഒക്കെ കൊണ്ട് പോണത്. ഒരു ക്ലിനിക് ഓൺ വീൽസ് എന്ന് പറയുന്ന പോലെ എല്ലാ ക്ലിനിക്കിലുള്ള സകല മെഡിസിനും ഉണ്ട് അതിലും ഓംനി വാനിൽ ഊരുകളിലേക്ക് പോവുക ചെയ്യുക. അപ്പോൾ തങ്കഞ്ചേട്ടനാണ് എൻ്റെ ഡ്രൈവറായിട്ടും ഒക്കെ വരുന്നത്. ഫുൾ ഫ്രീ, എല്ലാം ഫ്രീ ആണ്. ഈ ഭക്ഷണം കൊടുക്കുന്നതും ഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഫ്രീ തന്നെയാണ്. അതിനിടയ്ക്ക് ചോദിക്കട്ടെ, അവിടെ ആനശല്യവും വന്യമൃഗങ്ങളുടെ ശല്യങ്ങളും ഉണ്ടോ? അത് ഞാൻ ഇപ്പൊ പോണിടത്ത് അത്രയ്ക്ക് ഇപ്പൊ കാട് അവിടെ അതിന്റെ അടുത്ത് അത്രയ്ക്ക് ഇല്ല. പക്ഷെ കടുവ ഇത്തവണ കടുവ ഇറങ്ങിയതല്ല, ഇതിനു മുമ്പൊരു ആള് കടുവ ഇറങ്ങിയ ഇത് ആ പ്രദേശത്ത് കടുവ ഇറങ്ങിയായിരുന്നു. ഇപ്രാവശ്യം കടുവ ഇറങ്ങിയത് അതിന്റെ തൊട്ടടുത്തൊക്കെ തന്നെയാണ്. ഇതിന്റെ ഈ താലൂക്കിൽ തന്നെയാണ്. താലൂക്കല്ലല്ലോ, ആ വില്ലേജിൽ തന്നെയാണ്. ഞാൻ 1984 തൊട്ട് 86 വരെ കർണാടകത്തിന്റെ അങ്ങേറ്റത്തൊരു കാട്ടുജാതിക്കാരുടെ കൂട്ടത്തില് ഞാനൊരു 2 വർഷം ജോലി ചെയ്തു. അത് സർവേ പ്രൊജക്റ്റ് ആണ്, സെൻട്രൽ കൗൺസിലിന്റെ സർവേ പ്രൊജക്റ്റ് ആയിരുന്നു. അതായത് ഈ കാട്ടുജാതിക്കാരുടെ കൂട്ടത്തിൽ അവരെന്താണ് ഫോൾക്ലോർ ക്ലെയിംസ്, അവരെന്നാണ് എടുക്കുന്ന മരുന്നിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ആയിരുന്നു. അവരൊക്കെ തരത്തിലുള്ള കാട്ടുജാതിക്കാരാണ്, ട്രൈബ്സിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിക്കാണ് പോയത്. അവിടെ ചെന്നപ്പം കാടിന്റെ ഉള്ളിലൊക്കെ ആന അവർ കാട്ടിൽ ഇങ്ങനെ കൃഷി ചെയ്യും. ആന വന്ന് ചവിട്ടി വീതിച്ചിട്ടങ്ങ് പോകും. വെറും എല്ലും തൊലിയും മാത്രമായിട്ട് അവർ തേനെ, പിന്നെ കാട്ടുവിഭവങ്ങൾ, ഈ പറഞ്ഞ കാട്ടുവിഭവങ്ങളൊക്കെയാണ് അവരുടെ. തേൻ എടുക്കുക, അത് വിൽക്കുക, പിന്നെ പശുവിനെ തീറ്റും, പശുവിൻ്റെ പാല് കൊണ്ടുവരും,
ഇതൊക്കെയായിരുന്നു അവരുടെ ജോലി. അന്നേരം ഞാൻ 2 വർഷം അവിടെ ഇങ്ങനെ ഇവരുടെ ഇടയിൽ കഴിഞ്ഞതാ. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്, ബുദ്ധിമുട്ടുകളൊക്കെ ചോദിക്കുന്നത്. ഞാൻ പലപ്പോഴും ഞാൻ പോയിക്കൊണ്ടിരുന്ന മോട്ടോർ സൈക്കിളായതാ. അന്നേരം അവിടുന്ന് പലപ്പോഴും ആന വന്നപ്പോൾ ഞാൻ മോട്ടോർ സൈക്കിൾ ഇട്ടിട്ട് ഓടിയിട്ടുണ്ട്. ആന വരും. പോകുന്ന വഴിക്കൊക്കെ ഈ ആന, അതായത് 10ഉം 15ഉം കിലോമീറ്റർ വനത്തിൻ്റെ ഉള്ളിൽ പോകണം ഈ ആദിവാസികളെ കാണണമെങ്കിൽ, പല പല സെറ്റിൽമെൻ്റ് ആയിട്ടാണ്. പലപ്പോഴും ആന വന്നപ്പോൾ ഞാൻ സൈക്കിൾ വിട്ടേച്ച് ഓടി മരത്തെ കയറിയ സമയങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ആന പോകുമ്പോൾ ഇറങ്ങി വന്ന് പിന്നെ എടുത്തുകൊണ്ട് അങ്ങ് പോകും. അങ്ങനെയൊക്കെ പല ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാട്ട് ഇതിൻ്റെ ചോദിച്ചത്. അതുപോലെ അവർ മരുന്നൊന്നും അധികം കഴിക്കുകയില്ലായിരുന്നു. പക്ഷേ ഇതുപോലെ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് എന്നാ അത് ഇങ്ങനെയല്ല, അവരിങ്ങോട്ട് വരികയല്ല, നമ്മൾ അങ്ങോട്ട് ചെന്ന് കൊണ്ടു കൊടുക്കണം. അത് തന്നെയാണ് എനിക്കും പറഞ്ഞത്. ഞാനും അങ്ങോട്ട് തന്നെയാണ് ചെയ്യണേ. അങ്ങോട്ട് ചെന്ന് അതിപ്പോൾ ഒരു കാലെടുത്ത് വെക്കുമ്പോഴത്തേനും ബോക്സുമായിട്ട് പോകുമ്പോൾ ഒരു കാല് ഇങ്ങോട്ട് പോകും, ഒരു കാല് അങ്ങോട്ട് പോകും. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ തിന്നും. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു പരിപാടിയാണ്. ഏതായാലും ഞാൻ 2-2.5 വർഷം അവിടെ ഇരുന്നു. അത് കണ്ടപ്പം എനിക്ക് മനസ്സിലായി ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ എന്നാ. ഡോക്ടർ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ? ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതുപോലെ ആദ്യം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇത് തന്നെ, ഇവരാരും നമ്മുടെ അടുത്തേക്ക് വരില്ല എന്നുള്ളതായിരുന്നു. പിന്നെ മഴക്കാലത്തൊക്കെയുള്ള ബുദ്ധിമുട്ട് വലിയ പ്രശ്നമാണ്, തെന്നിത്തെറിച്ചല്ലേ കിടക്കണത്. പിന്നെ ഈ നമ്മളെ 2018 ഫ്ലഡിന്റെ സമയത്തൊക്കെ ഈ ഞാൻ പോകുന്ന പ്രദേശത്തൊക്കെ നല്ലോണം വെള്ളം കയറി. നമ്മൾ ഇവിടുന്നൊക്കെ നല്ലോണം, പക്ഷെ അത് കഴിഞ്ഞിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടോ. ആൾക്കാരെ മുഴുവനും മാറ്റേണ്ടി വന്നു. പക്ഷെ അപ്പോഴും ഇവരൊക്കെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അന്വേഷിക്കായിരുന്നു കേട്ടോ. സ്നേഹിച്ചാ പിന്നെ ഇവരെ അങ്ങ് ഭയങ്കര സ്നേഹമാണ്. നമ്മള് സാറിന് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടുന്ന് നമ്മളെ ഹോമിയോ കോളേജിൽ നിന്ന്, പടിയാർ കോളേജിൽ നിന്നൊക്കെ ഒരു വണ്ടിയിൽ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ അവിടെ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്തിരുന്നു. നമ്മൾ കൊടുത്തു പാത്രങ്ങള്, വീട്ടുപകരണങ്ങൾ, ഡ്രസ്സ്, ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുത്തിരുന്നു. അന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഏറ്റവും ഇതുപോലെ കടുവ, ഞാൻ താമസിക്കുന്ന തൊട്ടപ്പുറത്തെ വീട്ടില് 2 പോത്തിനെ കടുവ കൊണ്ടുപോയി. അതോടുകൂടി അവിടെ പുറത്തിറങ്ങാൻ ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് വർഷം മുമ്പാണ്. അതോടുകൂടി പ്രശ്നമായി. ഏറ്റവും പ്രശ്നം എനിക്ക് അവിടെയുള്ള പ്രശ്നത്തിനൊക്കെ കൂടുതൽ ഇവിടെ നാട്ടിൽ നിന്നുള്ള പ്രശ്നമാണ്. നാട്ടിലെല്ലാവരും അയ്യോ അവിടെ നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ പേടിയാണല്ലോ, എല്ലാവർക്കും പേടിയാവുമല്ലോ. അപ്പൊ പക്ഷെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പേടിയൊന്നും തോന്നുന്നൊന്നുമില്ല. ഇതെല്ലാം അവരുടെ കൂടെ ഒരു ത്രില്ലിലല്ലേ, നമ്മളൊരു ഭയങ്കര ഒരു അഡ്വഞ്ചറായിട്ട്, എനിക്കിതിൽ വലിയ സുഖം ഉണ്ട് ഇങ്ങനെ ചെയ്യണതിൽ, അതുകൊണ്ട് ചെയ്യണം. ഇപ്പൊ വേറൊരാൾക്ക് വേണ്ടി ചെയ്യണതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വേറൊരാൾ പറഞ്ഞിട്ട് ചെയ്യണാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മടി വരും, അതൊക്കെ വരും. ഞാൻ വേറെ ആരും ഏൽപ്പിച്ചിട്ട് ചെയ്യുന്നതല്ലാത്തപ്പോ ഡോക്ടർക്ക് അതിനോടൊരു അർപ്പണ ബോധം ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇതിലോട്ട് പോയത്. അല്ലാതെ ആരും നിർബന്ധിച്ചാൽ ഇത്രയും വർഷം പിടിച്ചിരിക്കണമെന്നില്ലല്ലോ. ഇപ്പോഴവിടെ തന്നെയാണോ പ്രാക്ടീസ്? തൃപ്പൂണിത്തുറയാണ് ഇപ്പൊ ഞാൻ തൃപ്പൂണിത്തുറയാണ്. ഓൾട്ടർനേറ്റ് വീക്കെൻഡിലാണ് പോണത്. കണ്ടിന്യൂസ് ആയിട്ട് അത് തുറന്നോണ്ടിരിക്കുന്നത്. കുറുപ്പ് സാറേ, ഇനി അടുത്ത സാറിലേക്ക് വരാം. ഇനി 1-2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. മനോജ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. മനോജ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഡോക്ടർ, എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ കാര്യം നടന്നുള്ളതാണ്. ഇപ്പൊ ഡോക്ടറെ കുറിച്ച് ഇങ്ങനെ വാർത്ത കേട്ട ഉടനെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുകയും സലീംകുമാർ ഡോക്ടർ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തതോടുകൂടി വളരെ വേഗത്തിൽ കാര്യം നടന്നു. അതോടൊപ്പം നമുക്കൊരു ചാരിതാർത്ഥ്യം ഉള്ളത്, ഇത്രയും വലിയ ഒരു കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തിയെ ഹോമിയോപ്പതി സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഈ ചെറിയ പ്രവർത്തനത്തിൽ കഴിഞ്ഞെങ്കിൽ വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല ഇത് മറ്റുള്ളവർക്ക് പ്രോത്സാഹനവും എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതും എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയെ മാത്രമേ ഡോക്ടർ എന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിനിക്കിനകത്ത് സുഖമായിട്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിലേക്ക് ആ പറഞ്ഞതിന്റെ അർത്ഥമില്ല എന്നുള്ള സാമൂഹിക സേവനം തന്നെയാണല്ലോ ഡോക്ടർ അഭിനന്ദനങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിലെ വിഷചികിത്സയെ കുറിച്ച് നമ്മുടെ ഡോക്ടർ മനു വർഗീസ് വളരെ ഭംഗിയായിട്ട്, വളരെ ഹൃദയസ്ഫൂർത്തമായിട്ട് പറയുകയുണ്ടായി. ആന്ധ്രാപ്രദേശിൽ പോയതും പാമ്പ് കടിക്ക് ചികിത്സിക്കാൻ പോയതും അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതും ഡോക്ടർ കേട്ടതും നല്ല നല്ല പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ ഇത്തരം ആൾക്കാരെ കൂടെ തീർച്ചയായിട്ടും IUPHലൂടെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹോമിയോപ്പതി സമൂഹത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പാലാ സെന്റ് തോമസ് അവിടെ മെഡിസിറ്റിയിൽ ഹോമിയോപ്പതി വിങ്ങുണ്ട്. താമസിയാൻ ഡോക്ടർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നതായിരിക്കും. ഇതെല്ലാം IUPH ഉദ്ദേശിച്ചത് തന്നെയാണ്. അതുപോലെ എനിക്ക് കാര്യം ചോദിക്കാനുള്ളത്, ഈ ഒരു രീതിയിലുള്ള ഒരു സമീപനം വേറെ ഏതെങ്കിലും ഭാഗത്ത് ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? ഈ ഡോക്ടർ ഇങ്ങനെ നടത്തുന്ന വർക്ക് കിടക്കുന്നുണ്ട്, ഏതെങ്കിലും സെമിനാറിന്റെ ഭാഗമായിട്ടോ കോൺഫറൻസിന്റെ ഭാഗമായിട്ടോ
ഡോക്ടറെ ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നോ? ഞാൻ പൊതുവെ ഇതിൽ വിമുഖത കാണിക്കാറുണ്ട്, അതുകൊണ്ടാണ് വിളിച്ചാലും ഞാൻ മതിയോ. ഇതിപ്പോ സലീമിന്റെ നിർബന്ധം കൊണ്ടാണ് ആ, പങ്കെടുത്തത് തന്നെ. അതെ. അതാണ് പൊതുവെ ഞാൻ വിമുഖത കാണിക്കാറാ പതിവ്. അത് ഇതിൽ പങ്കെടുക്കാൻ അതുകൊണ്ടാണ് വിളിക്കാറുണ്ട്, വിളിച്ചാലും ഞാൻ പൊതുവെ പോകാറില്ല. പോകാറില്ല അത് ആ ഒരു കൂടുതലായിട്ട്. ഇൻട്രോവേർട്ട്നെസ് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. അത് മാറ്റണം. കാരണം ഇത് വലിയ വർക്കാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നാലുപേർ അറിഞ്ഞാൽ മാത്രമേ ഹോമിയോപ്പതിക്ക് ആക്സെപ്റ്റൻസ് പേഴ്സണൽ ആയിട്ടല്ല. അതുകൊണ്ട് ദയവേത് അതിൽ പിന്നോക്കം പോകരുന്ന ഒരു അപേക്ഷയുണ്ട്. അതെ അതെ എന്തായാലും അതെ. വിമുഖത എന്റെ വേണ്ട. ഇപ്പൊ ആ മാതൃഭൂമി ചാനലിൽ വന്ന ഇതിന്റെ താഴത്ത് ചിലരിട്ടേക്കണ കമന്റ്സ് കാണണം. ആ ഇതിന്റെ തന്നെ 1-2 കമന്റ്സ് എല്ലാവരും പോസിറ്റീവായിട്ട് ഇട്ടേക്കണം. അതിന്റെ കൂട്ടത്തിൽ ഹോമിയോപ്പതിയാണോ? ഓ എന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തിനാ പോണേ, അങ്ങനെ പറഞ്ഞേക്കണവരുണ്ട്. ഉണ്ട്. ഏതെങ്കിലും മരുന്ന് കമ്പനിക്കാരൊന്നും വല്ലതും വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. ആരോ ഉപജീവന മാർഗ്ഗമില്ല, ആയിക്കോട്ടെ, നമുക്കൊരു പരിഭവമൊന്നുമില്ല, പറഞ്ഞോട്ടെ. അല്ലെങ്കിൽ ചില ഹോമിയോപ്പതി പഠിച്ച് മതിയാക്കി പോയ ചില ജന്മങ്ങളും ആയിരിക്കാം, മേ ബി, ആയിക്കോട്ടെ. എന്തായാലും വന്നതിന് വളരെ സന്തോഷം. നന്ദി ഡോക്ടറെ. താങ്ക് യു. ഓക്കെ. അപ്പോ ഡോക്ടർ എന്തായാലും വിമുഖത ഇനി കാണിക്കണ്ട. തീർച്ചയായിട്ടും ഇതൊരു പ്രചാരം ആയിക്കോട്ടെ, അതുപോലെ പ്രചോദനവും ആവട്ടെ മറ്റുള്ളവർക്ക്. അപ്പൊ ഇതിപ്പോ ഇതിലൊരു കൺഫ്യൂഷൻ ഉള്ളത്, ഡോക്ടർ അട്ടപ്പാടി ഊരുകളിൽ പോയിട്ടുണ്ടോ? അത് തെറ്റാണ്. അതിലിട്ടിരിക്കുന്ന അട്ടപ്പാടി എന്ന് ഇട്ടിരുന്നു. കിടക്കുന്ന അട്ടപ്പാടിയല്ല, അതാണ് ഞാൻ അട്ടപ്പാടി ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ മാനന്തവാടിയാണ് അല്ലേ? മാനന്തവാടിയാണ്. ഈ അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ ആ. പാലക്കാട്, അട്ടപ്പാടിയിലല്ല, പാലക്കാട് എന്റെ ട്രസ്റ്റിന്റെ അല്ല, എന്റെ ഒരു സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു ഇതുണ്ട്. അവിടെ ഞാൻ മന്ത്ലി വൺസ് ഒക്കെ പോകുന്നുണ്ട്. അത് ട്രൈബൽ ഏരിയ തന്നെയാണ്. പാലക്കാട് മലമ്പുഴയുടെ മലമ്പുഴ ആനയ്ക്കൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അവിടെ കുറച്ച്, പിന്നെ നമ്മള് വാളയാർ വരെ ഉള്ള സ്ഥലത്ത്, അത് എൻ്റെ വേറെ സുഹൃത്തുക്കളായിട്ടുള്ളവർ നടത്തുന്ന ഒരു ട്രസ്റ്റാണ്. അവര് കൂടുതൽ അവിടെ അവര് വിദ്യാഭ്യാസത്തിനെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ അവിടെ അവരുടെ മെഡിക്കൽ ഇതിൽ ഞാനാ പോകാറ്. അത് അട്ടപ്പാടി ഞാൻ പോകാറില്ല. ഓക്കെ. അപ്പോഴത് ഹോമിയോപ്പതി ഡോക്ടർമാരല്ല അത് ചെയ്യുന്നത്, അത് വേറെ വിഭാഗം. വേറെ ആൾക്കാരാണ് ചെയ്യണത്. പക്ഷെ ഡോക്ടർമാരെ അല്ല ചെയ്യണത്. പക്ഷെ അതില് അവരുടെ ഹെൽത്ത് ഡോക്ടറിന്റെ സേവനം ഞാൻ ചെയ്യുന്നത്. ഡോക്ടറിന്റെ സേവനം ഡോക്ടറാണ് ചെയ്യുന്നത് അല്ലേ? അതെ 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 അതെ. എന്റെ ഫ്രണ്ട്സ് ആണ് അവര് ചെയ്യണത്. ഒരു ട്രസ്റ്റ് നടത്തുന്ന ഒരു സ്വാശ്രയ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇതുണ്ട് പാലക്കാട്. അപ്പൊ അതില് മെഡിക്കൽ ഇതിൽ ഞാൻ പോവാറുണ്ട്. ഓക്കെ. അപ്പൊ ഡോക്ടർ അവിടെ താമസിക്കുന്നതൊക്കെ വളരെ സുരക്ഷിതമായ സ്ഥലത്താണോ? വീടൊക്കെ മാനന്തവാടി. കുഴപ്പമില്ല. അതൊക്കെ സുരക്ഷിതത്തെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് കടുവയൊക്കെ വലിയ വന്ന് അതിജീവിക്കാൻ പറ്റിയ സ്ഥലത്താണോ? കടുവ സാധാരണഗതിയിൽ അവിടെ വരേണ്ട കാര്യമില്ല. തൊട്ടടുത്ത് കാടില്ല, കുറച്ചപ്പുറത്തെ കാടുള്ളൂ. പക്ഷെ എന്നാലും ഇപ്പൊ കടുവ നാട്ടിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത്തവണ ഇപ്പൊ ചാനലുകാരൊക്കെ കൂടി വന്നതിന്റെ തലേദിവസമായിരുന്നു കടുവ. ചാനലുകാരുമായിട്ട് ഞങ്ങൾ പോവാനായിട്ടൊക്കെ തീരുമാനിച്ചപ്പോഴാണ്, അന്നാണ് ഈ കടുവ പിടിക്കണേ അവിടെ. പിന്നെ ഹർത്താലായി അവിടെ. പിന്നെ എന്താണേലും ഇതായതല്ലേ എന്ന് വെച്ച് ഞങ്ങൾ പോയി. പിന്നെ ഇവരെല്ലായിടത്തും അപ്പൊ ഒരു ഇതിൽ ചെല്ലുമ്പോ അതിലവര് പറയണുണ്ട്, തൊഴിലുറപ്പിന് പോയിട്ട് ഉച്ചയായപ്പോ തിരിച്ചു വന്നു, ആ കുന്നിന്റെ മുകളിൽ കടുവയുടെ കാൽപ്പാട് കണ്ടു എന്ന് പറഞ്ഞിട്ടൊക്കെ. സത്യമാണോ എന്നറിയില്ല. കാൽപ്പാട് കണ്ടു എന്ന് പറഞ്ഞത് ആൾക്കാർ പിന്നെ എന്ത് കണ്ടാലും പേടിക്കുമല്ലോ. അവിടെ കണ്ടു കടുവ, ഇവിടെ കണ്ടു കടുവ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അടുത്തത് സൂം യൂസർ, അതാരാ ആണെന്ന് അറിയുന്നില്ല. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ. ഞാൻ ഡോക്ടർ മനു ആണേ. മനു വർഗീസ്, ഡോക്ടറെ സംസാരിച്ചോളൂ. ഞാൻ കുറച്ചാൾ വയനാട് ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഡിസ്പെൻസറിയിലെ വെള്ളമുണ്ടായിരുന്നു. അപ്പം സലീല മാഡത്തെ കാണാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ട്. കാരണം മാഡത്തിന്റെ ക്ലാസ്മേറ്റ് ആണ് ഞങ്ങളുടെ DMO ഡോക്ടർ ഉമ്മ. അതെ അതെ അതെ. അപ്പം ഞാൻ ഇന്ന് ഈ കാര്യം പറഞ്ഞു, അയ്യോ എന്റെ ക്ലാസ്മേറ്റ് ആണ്, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്തതിൽ വലിയ വിഷമം തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത്, പത്രത്തിൽ ഇതൊക്കെ വന്നപ്പോഴാണ് അറിയുന്നത്. എങ്കിലും വളരെ സന്തോഷമുണ്ട് കേൾക്കാൻ. ഇങ്ങനെ ഒരാൾ അവിടെ വന്ന് പ്രവർത്തിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുപോലത്തെ ഒത്തിരി കാര്യങ്ങൾ, കാരണം എന്താ ഏറ്റവും പ്രയാസമുള്ളത്, ഒത്തിരി സാധനം വർക്ക് ചെയ്തിട്ടും ഒരു വ്യത്യാസവും വരാത്ത ഒരു സംഭവമാണ് ഈ പണിയ വിഭാഗത്തില് ഉള്ള ചേഞ്ചസ്. അതില് പണിയ ഭാഷ, നമ്മളെല്ലാവരും പണിയ ഭാഷ പഠിക്കാഞ്ഞിട്ടാണോ? ആശ്രമ സ്കൂളില് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതിക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി. അപ്പം അതിൻ്റെ അകത്ത് സ്കൂളിലെ കുട്ടികളെ നേരത്തെ മാഡം പറഞ്ഞ പോലെ പിള്ളേരെ അവര് ടീച്ചർമാർ കാട്ടിനകത്ത് പോയി പിടിച്ചോണ്ടൊക്കെ വരിക. അവർക്കത് ഇവിടെ താല്പര്യമില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അവര് സ്കൂളിൽ മാത്രമാണ് മലയാളം പറയുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുക, മലയാളം പറയുക.
അവർ വീട്ടിലോ റൂമിൽ പോയ ഉടനെ പണിയ ഭാഷ പറയാം. അപ്പം ഇങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ സാറ് പറഞ്ഞാണ്, ശരിയാ, നമ്മളിപ്പം നമുക്കൊരു നമ്മുടെ മാതൃഭാഷ വേറെയാണ്. നമ്മൾ നിർബന്ധമായിട്ട് ഒരു ഇംഗ്ലീഷ് പഠിക്കാൻ സ്കൂളിൽ കൊണ്ടുപോയാൽ നമ്മളോട് എത്ര പറഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ അല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പം നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന എല്ലാ പ്രോജക്റ്റുകളും ഇൻവോൾവ് ചെയ്യുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു ഡെഫിഷ്യൻസിയാണ്, പോകുന്നവരൊരു മലയാളത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മളൊരു പണിയ ഭാഷയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു നല്ല അക്സെപ്റ്റൻസ് കിട്ടുമായിരിക്കും. എന്നെ അവിടെ ടീച്ചേഴ്സ് ഒക്കെ പറയും, സ്കൂളിൽ ഒരു പ്രയാസമില്ല പിള്ളേരെ കൊണ്ട് ടൂർ പോകാൻ, ഒരിടത്തോട്ടും പോകത്തില്ല, അവർ അവിടെ തന്നെ നിൽക്കും. മറ്റു പിള്ളേർ തന്നെ ഓടിപ്പോകത്തില്ലേ, ഇവർ ഒരിടത്തും അനങ്ങത്തില്ല, അവിടെ തന്നെ ഇരിക്കും. അങ്ങനത്തെ ഒരു ഒട്ടുമില്ല. ആ പടം എന്താണ് ആഗ്രഹം ഉള്ളത്? ഫോറസ്റ്റ് വാച്ചർ, പോലീസുകാരൻ, ഈ രണ്ട് സാധനം. ഇപ്പൊ ഒരു നേഴ്സോ ഡോക്ടറോ ഒക്കെ ആവുമായിരിക്കും. ഒരു കളക്ടർ വന്നോണ്ട്, കളക്ടർ എന്ന് ഒരാൾ പറഞ്ഞു ആ സ്കൂളിലെ കുട്ടികൾ, ഇത് ഇങ്ങനെ രണ്ടു മൂന്ന് എയിംസേ ഉള്ളൂ അവർക്ക് പലപ്പോഴും എന്തായി തീരണം എന്നുള്ള ഇതിനകത്ത്. അപ്പം ഇതിനകത്തൊക്കെ ഒരു വലിയ ഇങ്ങനെ ഓരോരുത്തർ പോകുമ്പോൾ വളരെയധികം ചേഞ്ചസ് ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എല്ലാ ഡിസ്പെൻസറികളിലും ഇതിങ്ങനെ എല്ലാവർക്കും ഊരുകളുണ്ട്, അവിടെയൊക്കെ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ വർക്ക്. ഇപ്പൊ നമ്മുടെ ആശമാർ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ട്രൈബൽ പ്രൊമോട്ടേഴ്സ് വരുന്നുണ്ട്, ഇവരുണ്ട്, നഴ്സുമാർ നമ്മുടെ ഡിസ്പെൻസറിയിൽ കൂടെയുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ യോഗ ട്രെയിനേഴ്സ് ഓരോ ഊരുകളിൽ പോയി ട്രെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളിൽ അവിടെ ഇൻവോൾവ് ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിലും ഡോക്ടറെയും കൂടെ അവർ തീർച്ചയായിട്ടും മാഡത്തിന്റെ ക്ലാസ്മേറ്റും കൂടെ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ടായിരുന്നു പല കാര്യങ്ങളും നടക്കാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടെ റീച്ച് ഔട്ട് ചെയ്യാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഓക്കെ, മനു വർഗീസ് ഡോക്ടറെ. അടുത്തത് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് ഹരിഹരൻ സാറാണ്. സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹലോ, കേൾക്കാമോ? ആ, കേൾക്കാം. ഡോക്ടർക്ക് എന്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ. ആദ്യം ഈ നമ്മുടെ ഡോക്ടർ സാമുവൽ ഹനുമാൻ പറയുന്ന 9th അഫോറിസത്തില് ഒരു സെന്റൻസ് ഉണ്ട്. ഏതാണെന്നറിയാമോ? ഹയസ്റ്റ് പർപ്പസ് ഓഫ് ദി ലൈഫ്. ഈ ഹയസ്റ്റ് പർപ്പസ് ഓഫ് ദി ലൈഫില് ഒത്തിരി ഡോക്ടർമാര് അത് മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്കൊരിക്കലും അതിനകത്തൊരു കൺഫ്യൂഷൻ ഇല്ല. ഹയസ്റ്റ് പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയെ എപ്പോഴാണോ നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് പർപ്പസ് ഓഫ് ലൈഫ്. ഡോക്ടർ ചെയ്യുന്നത് ഈ വർക്ക്, ഇവരുടെ ഇടയിൽ ചെയ്യുന്ന ഈ വർക്ക് ഹയസ്റ്റ് പർപ്പസ് ഓഫ് ലൈഫാണ്. റിയലി ഡോക്ടർ ഇത് വളരെ 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 അഭിനന്ദനാർഹമാണ്. സാധാരണ ഒരു ഡോക്ടർമാർ അവിടെ എത്തി ഒത്തിരി പേര് അത് ചെയ്യുന്നുണ്ടെങ്കിലും അവരിൽ ഒരാളായിട്ട് നമ്മൾ വരുമ്പോൾ മാത്രമേ ഈ യജ്ഞം വിജയിക്കത്തുള്ളൂ. ഇത് വാസ്തവത്തിൽ ഒരു തപസ്സാണ്, ഒരു നമ്മൾ പറയുന്ന ഒരു യാഗമാണ്, ഒരു യജ്ഞമാണ്. ഇത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ തന്നെ ആഹൂതി ചെയ്തപ്പെട്ടാൽ മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി വേറെ കുറെ കാര്യങ്ങൾ അറിയാം, ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എൻ്റെ ഈ ട്രൈബൽ ഏരിയാസിലെ ഒരു ഓഫീസർ, എൻ്റെ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു, അദ്ദേഹം എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒത്തിരി ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് അന്ന്. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് ഈ ഡോക്ടർ ഇപ്പോൾ ചെയ്യുന്ന വർക്ക് തന്നെ ചെയ്യുക. ഇതാണ് ഹയസ്റ്റ് പർപ്പസ് ഓഫ് ദി ലൈഫ്. ഡോക്ടർ സാമുവൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സലീം കുമാർ ആണോ ആരോ ഒരാൾ കണ്ടായിരുന്നോ? കണ്ടു മെൻസസിനെ എങ്ങനെ കാണുന്നു? അത് ഇവരുടെ ഇടയിൽ, പണിയരുടെ ഇടയിൽ അത് വലിയൊരു ആഘോഷമാണ്, അവരുടെ വലിയ ആഘോഷമാണ്. പക്ഷെ അത് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്. അത് ഫസ്റ്റ് മെൻസസ് അല്ലേ? ഫസ്റ്റ് മെൻസസ്, അതെ, ഫസ്റ്റ് മെൻസസ് വലിയ ആഘോഷമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങനെ മാറിയിരിക്കൊന്നും വേണ്ട, അത് സാധാരണഗതിയിലുള്ള ഒരു സംഭവമാണ്. കുറിച്യരുടെ ഇടയിൽ ഭയങ്കര പ്രശ്നമാണ്. കുറിച്യർക്ക് അവർക്കൊരു തീണ്ടാരിപ്പരയൊക്കെ ഉണ്ട് ഇപ്പോഴും. അവിടെ പോയി മാറിയിരിക്കണം. അപ്പൊ ആ ഒരു ഊരിലുള്ള ഈ തീണ്ടാരിപ്പരയില് എപ്പോഴും ഒന്നോ രണ്ടോ ആളുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൗകര്യവും ഇല്ലാത്ത, അവിടുത്തെ തണുപ്പ് നോക്കണം,
കട്ടിൽ ഉണ്ടാവില്ല, നല്ല വിരിപ്പുണ്ടാവില്ല, ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ്. വളരെ മോശം ഒരു കുറിച്യരാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ദയനീയമാണ് അല്ലേ? കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആണ്, കുറച്ചും കൂടി ഒക്കെ ഉന്നത നിലവാരം പുലർത്തുന്നവരാണെന്നൊക്കെയാണ് വൈപ്പെങ്കിലും ഈ കാര്യത്തിലൊക്കെ അവര് കൂടുതലും ഈ അവരുടെ ആചാരങ്ങൾ ഒരുപാട് അനാചാരങ്ങളും ഉണ്ട് അവരുടെ ഇടയിൽ. അനാചാരങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നത് ഈ കുറിച്യരുടെ ഇടയിൽ. ഈ തീണ്ടാരിപ്പുര വലിയ പ്രശ്നമാണ് അവർക്ക്. ഈ പെൺകുട്ടികളൊക്കെ കുറച്ച് വിദ്യാഭ്യാസമുള്ള പിള്ളേരൊക്കെ കൊണ്ട് പറയാണ്ടൊക്കെ ഇരിക്കും. പീരീഡ്സ് ആയാൽ പറയാതിരിക്കണവരൊക്കെ ഉണ്ട്. എല്ലാം അവിടെ അതിന്റെ അകത്ത് പോകണം, ഭക്ഷണം എല്ലാം അതിന്റെ അകത്തേക്കേ കൊടുക്കുകയുള്ളൂ. അവര് പുറത്തിറങ്ങാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പറ്റില്ല. ഈ 4 ദിവസം ഇവര് സ്കൂളിൽ പോകാൻ പോലും അനുവദിക്കില്ല. പക്ഷെ പണിയരുടെ ഇടയിൽ അതൊന്നുമില്ല. ആസ് യൂഷ്വൽ അവർക്ക് പിന്നെ അങ്ങനെ ശുദ്ധവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പക്ഷെ ഫസ്റ്റ് പീരീഡ്സ് ആവണത് വലിയ ആഘോഷമാണ്. പക്ഷെ അവര് ആ പീരീഡ്സ് ആവുമ്പോഴൊന്നും അല്ല ആവണത്. പിന്നെ അവർക്ക് കാശുള്ള സമയത്താണ് അവര് കാശൊക്കെ ആകുമ്പോൾ വലിയ കല്യാണം പോലെ. അവർക്ക് കല്യാണം ഇല്ല ശരിക്ക്, ഇപ്പോഴാണ് കല്യാണമൊക്കെ തുടങ്ങിയേക്കണത്. ഇതാണ് ആഘോഷമായിട്ടുള്ളത്. ഓക്കെ, മനോഹർ ഡോക്ടർക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നല്ലോ. അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടർ. അതെ, ഒന്നിന്റെ കാര്യം പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഡോക്ടർ പറയാൻ ഡോക്ടർ ട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ തീർച്ചയായിട്ടും ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ സഹായിക്കണമെങ്കിൽ സഹായിക്കണം. അതിന് ഡോക്ടർ എന്തെങ്കിലും ഫോൺ നമ്പറോ ഗൂഗിൾ പേ വരെ നമ്പർ ഇതിനകത്ത് ഷെയർ ചെയ്യണം. കാരണം ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇതിന് പ്രയോജനം ഉണ്ടാവണമല്ലോ. തീർച്ചയായിട്ടും IFPH പ്രതീക്ഷിക്കാം. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, ഈ ഹരിഹരൻ സാർ ഇപ്പൊ പറഞ്ഞൊരു അഡീഷൻ, അത് ഹരിമൻ ഈ ഹയസ്റ്റ് പർപ്പസ് എക്സിസ്റ്റൻസ് പറയുന്നത് എന്താണെന്നുള്ളത് അവിടെ അല്ല പറയുന്നത്, ക്രോണിക് ഡിസീസിലാണ് പറയുന്നത്. അതിനകത്ത് പറഞ്ഞിട്ട് ട്രൈ ടു ഇംപ്രൂവ് ഓൺ സെൽഫ് ആൻഡ് ട്രൈ ടു ഇംപ്രൂവ് അതേഴ്സ് എന്ന് പറയുന്നത്. സ്വയം നന്നാവുക, മറ്റുള്ള നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ഹയസ്റ്റ് പർപ്പസ് എക്സിസ്റ്റൻസ് എന്ന് ഹനുമാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ എന്റെ മനോഹർ ഡോക്ടറെ. എന്റെ നമ്പർ ഇത് തന്നെ, ഇപ്പൊ ഉള്ള നമ്പർ തന്നെയാണ്, ഗൂഗിൾ പേ നമ്പറും 944. എങ്ങനെ പറയണോ, എന്താ ചെയ്യാ? ഒന്ന് ഗ്യാപ്പ് ഇട്ട് പറഞ്ഞാ മതി. ആ നമ്പറൊക്കെ പറഞ്ഞേ സ്ലോലി പറഞ്ഞാ യൂട്യൂബിൽ കണ്ടാലും അവർ എടുക്കാലോ. ഡോക്ടർ പറഞ്ഞ ടൈപ്പ് ചെയ്തേ, പറഞ്ഞാ ഡോക്ടർ. 944 ആ 73 ആ 91 91 468. 468 944739146 ആണല്ലോ. 468. ഓക്കെ, ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്. 94473914668. അതെ അതെ അതെ, അത് തന്നെ. അപ്പൊ തീർച്ചയായിട്ടും അതാ ചെയ്യേണ്ടത്. കാരണം യാഗത്തിലല്ല കരുണയിലത്ര ഞാൻ പ്രസാദിപ്പൂ എന്ന് പറയും. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയും, ചെയ്യുക. ഓക്കെ, താങ്ക് യു. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എല്ലാ സ്ഥലത്തും ഗവൺമെന്റ് ക്ലിനിക്കുകളൊക്കെ ആയിട്ടുണ്ട് അവിടെ. ഇപ്പൊ നമ്മൾ ചെന്നില്ലെങ്കിലും അവർക്ക് അവരുടെ ഇതുപോലെ ഇപ്പൊ പറഞ്ഞില്ലേ, മറ്റേ മനു ഡോക്ടർ പറഞ്ഞതുപോലെ ഇവരൊക്കെ അങ്ങോട്ട് ചെല്ലണമൊക്കെ ഉണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇവരുടെ വിശ്വാസം ഭയങ്കരമാണ്. നമ്മളിലുള്ള വിശ്വാസം കൊണ്ട് ഞാനൊരു 3 ആഴ്ച ഇവിടെ സ്ഥലത്തില്ലാതിരുന്നപ്പോ ചെല്ലാതിരുന്നപ്പോ അത് കഴിഞ്ഞപ്പോ ഇവര് പറയണ വള്ളിയൂർക്കാവ് ഉത്സവം ഇവരുടെ ഏറ്റവും വലിയൊരിതാണ്. വള്ളിയൂർക്കാവിൽ ഞങ്ങൾ പോയപ്പോ പോലും സാറ് വരണേന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചതെന്ന് പറയും. അത്രയ്ക്ക് ഇത് കാണുമ്പോൾ നമുക്കിവിടെ എന്ത് ഇതുണ്ടെങ്കിലും, ഞാൻ വേറെ കുറച്ച് എനിക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ആളാണ്. കുറച്ച് ഞാൻ ലൈബ്രറി കൗൺസിലിന്റെ മറ്റു പലതിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഉള്ള ആളാണ്. പക്ഷെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ ഇത് നിവർത്തിയുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇവര് എന്നെ നോക്കിയിരിക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ പറയാറുണ്ട്, ലൈബ്രറി കൗൺസിലിന്റെ ഇവിടെ 72 ലൈബ്രറികളുണ്ട് താലൂക്കില്. ഞാനൊരു ലേഡി ഉള്ളതുകൊണ്ട് എല്ലാവരും വിളിക്കും. പക്ഷെ ഇവിടെ ഞാനല്ലാണ്ട് വേറൊരാൾ പോയാലും കാര്യം നടക്കും. അവിടെ ഞാനല്ലാതെ വേറെ ഒരാൾ പോകാനില്ല, ഞാൻ പോയാൽ തന്നെ നടക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ നിവർത്തിയുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാറില്ല. അവര് അത്രയും ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു പയ്യനുണ്ട്, ആദ്യമായിട്ടാ പണിയരുടെ ഇടയിൽ നിന്ന് ശാസ്ത്രീയ നൃത്തത്തിലൊക്കെ ഒരു പയ്യന് അവൻ 9ാം ക്ലാസ് പഠിക്കുക. അപ്പൊ എന്റെ വലിയ സ്വപ്നമാണ് അവനെ, എന്റെ മാത്രമല്ല അവരുടെ സ്വപ്നമാണ് അവനെ കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അവൻ ഇപ്പൊ 9ലാണ്. അവൻ ഭരതനാട്യത്തിനും കുച്ചിപ്പിടിക്കും നാടോടി നൃത്തത്തിനും കഴിഞ്ഞ വർഷം ഭരതനാട്യത്തിന് അവന് സ്കൂൾ യുവജനോത്സവത്തിന് സ്റ്റേറ്റിൽ A ഗ്രേഡും 2nd പ്രൈസും വീഴുന്നു. അപ്പൊ ഇതിന്റെ മുഴുവനും ഇവന് ഈ യുവജനോത്സവ കാലമാകുമ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങും. എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഡാൻസിന് അറിയാലോ, ശാസ്ത്രീയ നൃത്തത്തിനൊക്കെ ഭയങ്കര ചെലവാ. ഇത് മുഴുവൻ കണ്ടെത്തുന്നത് ഞാനാണ്.
നമ്മൾ തന്നെ കണ്ടെത്തണം ഇത് മുഴുവനും. ഇവര് അതുപോലെ 2 പ്രാവശ്യം അപ്പീൽ കൊടുത്തിട്ടാ പോയത്. അപ്പൊ അവര് ചോദിച്ചും കൂടെ എന്താ ചെയ്യണ്ടേ. ഞാൻ സാറ് പറഞ്ഞു ഇവൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവര് നമുക്കറിയാലോ ഇത് പൈസ ഇറക്കിയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അപ്പീൽ കൊടുത്തില്ലെങ്കിൽ പൈസയുടെ പുറത്ത് വേറെ ആൾക്കാർക്ക് പോകും. ഇവനൊന്നും ഒരിക്കലും ഇവരെ കൺസിഡർ ചെയ്യില്ല. പക്ഷെ ഡോക്ടർ മനോജ് പറഞ്ഞത് ഞാൻ ഹയസ്റ്റ് പർപ്പസ് ഓഫ് സോറി പറഞ്ഞോളൂ. ഒരു കാര്യം എന്താ? പറയാൻ ഡോക്ടർ മനു വർഗീസ് പലരും വയനാട്ടിലോട്ട് പോകാത്ത മനു ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിച്ച ഒരാളാണ്. മാത്രമല്ല നാട്ടിൽ ഓക്കെ. ട്രാൻസ്ഫർ കിട്ടിയപ്പോ വിഷമിച്ചാണ് വയനാട്ടിൽ നിന്ന്. അങ്ങനെ മനു വളരെ വ്യത്യസ്തനായ വ്യക്തി കൂടിയാണ് ഡോക്ടർ മനു വർഗീസ്. ഓക്കെ. ശരി. ഡോക്ടർ എന്തോ പറഞ്ഞോണ്ട് വന്നു, എന്നിട്ട് എന്തോ കട്ടായി പോയത്? ഇല്ല, എനിക്ക് തോന്നുന്നത് വീട്ടിൽ പറഞ്ഞതാണ്, അവിടെ പറഞ്ഞത്. ഓക്കെ. ശരി. അപ്പൊ അങ്ങനെയൊക്കെ ഈ അതുപോലെ ഓണ സമയത്തൊക്കെയാണ്. ഓണ സമയത്തൊക്കെ ഞാൻ അവിടെ ഒരു 10 ചിലപ്പോ ഒരു 300 പേർക്കൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട്. എല്ലാ ഓണത്തിനും ഞാൻ അവിടെയാ പതിവ്. അത് രസമാണ്. സദ്യ അല്ല കൊടുക്കുക, ചിക്കൻ ബിരിയാണിയാണ് കൊടുക്കണത്. എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യം അതാണ്. അവർക്ക് വേണ്ടതല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. അവർക്ക് ഏതാണോ സന്തോഷം കഴിക്കാൻ വേണ്ടി അതാണ്. അപ്പൊ ഞാനാണെങ്കിൽ പ്യൂർ വെജിറ്റേറിയൻ ആണ്. അപ്പൊ എല്ലാ ഓണത്തിനും എന്റെ ഭക്ഷണം മിക്കവാറും ബ്രെഡ് ആയിരിക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോ ആ സമയത്തൊക്കെ എന്റെ കുറെ സുഹൃത്തുക്കൾ സഹായിക്കും കേട്ടോ. അല്ലാതെ ഞാൻ പിരിവൊന്നും നടത്തില്ല. ഈ ഓണത്തിനൊക്കെ ഇത്രയും പേർക്ക് അവിടെ ഭക്ഷണം വെച്ച് കൊടുക്കും. അവിടെ വെച്ച് ഭക്ഷണം അവിടെ പാകം ചെയ്ത് കൊടുക്കും. അവിടെ ഒരു പാർട്ടിയെ ഏൽപ്പിക്കും നമ്മള്. അപ്പൊ ഇവർക്ക് എന്ന് പറയുമ്പോ എന്നിട്ട് കുറച്ച് കൂടുതൽ, അപ്പൊ ഓരോ ഈ ഊരിലും കൊണ്ട് കൊടുക്കും. എന്നിട്ട് നമ്പർ ആദ്യം തന്നെ എടുത്തിട്ട് അത്രയും പാക്ക് ചെയ്ത്. അപ്പൊ ഇവർക്ക് ഒരു പ്രാവശ്യം കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവർക്ക് തൃപ്തിയായില്ല, അളവ് കുറവായിരുന്നു എന്ന് പറഞ്ഞു. ഇത് ഇത്തിരി ഒരു ബൾക്ക് എമൗണ്ടിലാക്കി എടുക്കും. എന്നിട്ട് ഈ തങ്കഞ്ചേട്ടൻ ആദ്യം പോയി കഴിച്ചു നോക്കി അരമണിക്കൂർ കഴിയാണ്ട് കൊടുക്കില്ല. നമ്മളിപ്പോ എന്തെങ്കിലും ഒരാൾക്ക് ഒരു ഛർദി വന്നാൽ മതി, ആ കാര്യം കൈവിട്ട് പോകും. നമ്മൾ ചെയ്യണത് പിന്നെ ഉണ്ടാവില്ല, ഒക്കെ അപകടമാവും. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്ത് ഓരോ ഇതിലും കൊണ്ട് കൊടുക്കും പൊതുവെ. പക്ഷെ ഇത് കേൾക്കുമ്പോ, നമ്മൾ ഈ പ്രവർത്തനങ്ങൾ കേൾക്കുമ്പോ ഒരുപാട് പേര് ഞങ്ങളും വരണുണ്ട് എന്ന് പറയും. ഞങ്ങളും വരട്ടെ എന്ന് പറയും. പക്ഷെ ഞാൻ അതിനെ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഇവർക്ക് വിമുഖതയാണ്. മറ്റുള്ളവർ വന്നു കഴിഞ്ഞാല് ഇപ്പൊ ഈ ചാനലുകാർ വന്നപ്പോ തന്നെ എല്ലാവരും ഓടി അകത്ത് കയറുകയാണ്. കൂട്ടുകാർ ആരെങ്കിലും വേറെ ആൾക്കാർ പിന്നെ ഇവരെ നമ്മളൊരു ഇങ്ങനെ ഷോക്കേസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവര് കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ വെറുതെ ആൾക്കാർ വന്നതിലൊരു വലിയ കാര്യമില്ലല്ലോ. ഇവരെ കാണാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ വരണേലും വലിയ ഇതില്ലല്ലോ. പോകുമ്പോ എത്ര ദിവസം അവിടെ താമസിക്കും? 2 ദിവസം. ഞാൻ ഫ്രൈഡേ നൈറ്റ് ഇവിടുന്ന് പോവും. അപ്പൊ സാറ്റർഡേ ഏർലി മോർണിംഗിൽ അവിടെ എത്തും. പിന്നെ സാറ്റർഡേ സൺഡേ അവിടെ, സൺഡേ നൈറ്റ് തിരിച്ചു പോരും. അപ്പൊ മൺഡേ ഏർലി മോർണിംഗിൽ ഇവിടെ എത്തും. അപ്പൊ ഇതിപ്പോ ഇന്നലെ ഇവിടെ വന്നത് തന്നെ സുഖമില്ലാണ്ട്. ഇപ്പൊ ഈ സാറ്റർഡേ സൺഡേ അവിടെ ആയിരുന്നു. അപ്പൊ ഇത്തിരി വയ്യാണ്ട് ഇന്നലെ തീർത്തും കിടപ്പായിരുന്നു. ഇന്നലെ എനിക്ക് പോയി. അപ്പൊ എങ്ങനെയാ അവിടെ ഈ 2 ദിവസം ഫുൾ അവിടെ ഓരോ ഊരുകളിലും പോയി വിവരങ്ങളൊക്കെ അന്വേഷിക്കും? ഊരുകളിൽ പോവും. പിന്നെ എനിക്ക് അവിടെ താമസിക്കാനായിട്ട് ഒരു വീടുണ്ട്. എൻ്റെ ഈ സുഹൃത്തിന്റെ തന്നെയാണ്. അവിടെ ഡോക്ടറുടെ വീടെന്നേ അതറിയാമുള്ളൂ ആൾക്കാർക്ക്. ഈ ഹാഷിംകയുടെ വീടാണത്. പക്ഷെ അത് വേറെ ആരും, ഞാൻ ചെല്ലുമ്പോൾ മാത്രമേ അവിടെ താമസമുള്ളൂ. വേറെ ആരും. അപ്പൊ ഡോക്ടറുടെ വീടെന്നേ. അപ്പൊ അതിന്റെ ഓണർ വന്നാലും ആൾക്കാർ സമ്മതിക്കൂല, അത് ഡോക്ടറുടെ വീടെന്നേ പറയുള്ളൂ. ഓക്കെ. അവിടെ പിന്നെ ഈ ഇവരെ സ്കൂളിലൊന്നും അങ്ങനെ കുട്ടികള് അവിടെ അടുത്ത് സ്കൂളുണ്ടോ? അങ്ങനെ ഊരുകൾക്ക് അടുത്ത് സ്കൂളൊക്കെ ഇല്ലായൊന്നുമില്ല ഇപ്പൊ. പിന്നെ ഇപ്പൊ ഒരുപാട് ഞാൻ തുടക്കം 11 വർഷം മുമ്പുള്ളതിനേക്കാളും ഒക്കെ ഇപ്പൊ ഒരുപാട് മെച്ചപ്പെട്ടു കേട്ടോ. ഒരുപാട് വ്യത്യാസം വന്നു. വീടുകളായി, എല്ലാവർക്കും വീടായി, കറണ്ടായി, കക്കൂസായി, അങ്ങനത്തെ കുറെ ഒരുപാട് മെച്ചപ്പെട്ടു. പക്ഷെ എന്നാലും ഈ തമാശയാണ്. അപ്പൊ ഞാൻ അവര് ആദ്യം തന്നെ നഖം വെട്ടണ പോലെ തുടങ്ങും. നഖം കാണട്ടെ എന്ന് പറഞ്ഞ പോലെ തുടങ്ങും കുട്ടികളുടെ. നഖം കാണട്ടെ, പല്ല് കാണട്ടെ. അപ്പൊ നമ്മളെ കാണുമ്പോ ഈ പിള്ളേര് ഓടി പുറത്തേക്ക് വരാണ്ടിരുന്നാൽ അറിയാം ഇവര് പല്ല് തേച്ചിട്ടില്ല, മുറുക്കി ചുമപ്പിച്ചിരിക്കുകയാണെന്ന്. നമ്മളെ കാണുമ്പോൾ ചിരിച്ചു വന്ന് നമ്മൾ ചെല്ലണതെന്ന് അവർക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ അവരെ പല്ലൊക്കെ തേച്ച് വന്ന് നിൽക്കും. നമ്മളെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് വന്ന് നിന്നാൽ പല്ലൊക്കെ തേച്ച് വന്ന് നിൽക്കുകയാണ്, നഖമൊക്കെ വെട്ടി എന്നൊക്കെ നഖമൊക്കെ കാണിച്ചു തരും. ഇതല്ലെങ്കിൽ ഇവരൊക്കെ ഓടി അകത്ത് കയറും പിള്ളേരൊക്കെ. ഇപ്പൊ ബ്രഷും പേസ്റ്റും ഒക്കെ ഉപയോഗിച്ച് തന്നെ ഇപ്പൊ ഇപ്പൊ ബ്രഷും പേസ്റ്റ് ഒക്കെ ഇപ്പൊ അവരൊക്കെ മോഡേൺ ആയി.
വയസ്സായവരും അങ്ങനെ തന്നെ. വയസ്സായവരൊന്നുമല്ല. വയസ്സായവർ ഈ കമ്പൊക്കെ കൊണ്ടൊക്കെ തേക്കണതൊക്കെ. അതാണ് ഞാൻ ചോദിച്ചത്. കമ്പ് കൊണ്ട് ബ്രഷ് പോലെ ആക്കിയിട്ട് ആ ഈ കൊങ്ങിണിയുടെ കമ്പോ അങ്ങനെ ഏതാണ്ട് എന്തൊക്കെയോ കൊണ്ട് സാധനങ്ങളൊക്കെ കൊണ്ട് തേക്കും. മറ്റു പിള്ളേരൊക്കെ ജീൻസ് ഒക്കെ ഇട്ടൊക്കെയല്ലേ നടക്കണം. ജീൻസും ചുരിദാറൊക്കെ ഇട്ടിട്ടൊക്കെ മോഡേൺ ആയി. പേര് കഷ്ടം എന്താണെന്നറിയാമോ, ഇവരുടെ പേരുകൾ പോലും നമ്മൾ നോക്കണം. ശരിക്കും ചണ്ടി പുതിയ കുട്ടികളുടെ അല്ല. അപ്പൊ എന്ന് വെച്ചാൽ ഇവരെ വള്ളിയൂർക്കാവിൽ ഉത്സവത്തിന് ഒരു കുടുംബത്തിന് ഇവര് ലേലം വിളിച്ചെടുക്കുക ചെയ്യുക ജന്മിമാര്. അങ്ങനെയായിരുന്നു അത്രേ, ഒരു കുടുംബത്തിനെ അങ്ങോട്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ പേരിടാനുള്ള അവകാശം പോലും ജന്മിമാർക്കാണ്. അപ്പൊ നമ്മൾ കേട്ടിട്ടുള്ള ഈ മനുസ്മൃതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തന്റെ പേര് കേട്ടാൽ തനിക്ക് അറപ്പ് വരാൻ പാകത്തിനുള്ള പേരെ ഇടാവുള്ളൂ എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടല്ലോ. ആ ഇതിലാണ് ഇവരുടെ പേര്. അപ്പൊ ജന്മിക്ക് തോന്നണ ഏറ്റവും പരിഹാസ്യമായിട്ടുള്ള പേരുകളായിരിക്കും. ചണ്ടി, പാറ്റ, അത് ആണ് പാറ്റയുണ്ട് പെണ്ണ് പാറ്റയുണ്ട്. ആണിനും പെണ്ണിനും പാറ്റ എന്നുള്ള പേരുണ്ട്. പാറ്റ, ചണ്ടി, കൈമ എന്നൊക്കെ പറയുന്ന നെല്ലിന്റെ പേരാണ് അത്ര അവിടെ. വെള്ളി എന്ന് പറയുന്നത് വെള്ളിന്ന് നല്ല ഇതിലല്ല, അതൊക്കെ നെല്ലിന്റെ പേരാണ്. ഇതുപോലെ ഏറ്റവും മോശം പേരുകളാണ് അവർക്ക് ഉള്ളത്. ഇപ്പം മാറ്റം വന്ന ഇപ്പൊ മുഴുവൻ പിന്നെ അത് സിനിമാ നടന്മാരുടെ നടിമാരുടെ പേരാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതിന് മുഴുവനും മഞ്ജുമാരാണ്. ഒരുപാട് മഞ്ജു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളല്ല പറഞ്ഞ ഇപ്പൊ അമ്മമാരായിട്ടുള്ള ചെറിയ ഒരു 20s പ്രായമുള്ളവരൊക്കെ മാറിയിട്ടുണ്ട്. അവരുടെയൊക്കെ മൊബൈലൊക്കെ എല്ലാവർക്കും ഇല്ല, എന്നാലും കുറച്ചു പേർക്കൊക്കെ ഉണ്ട്. കുറച്ചു പേരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്നെ മിസ് കോൾ ചെയ്യുകയൊക്കെ ചെയ്യും. ഞാനീ നമ്മുടെ കോവിഡിന്റെ സമയത്ത് ഉണ്ടായി. കോവിഡിന്റെ സമയത്ത് അപ്പൊ സ്ട്രോക്ക് ആയിട്ട് കിടക്കുന്ന ഒരാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സ്ട്രോക്ക് വന്നിട്ട് പിന്നെ നമ്മുടെ മെഡിസിൻ കൊണ്ട് തന്നെ ഇതായി പോകുന്നതാട്ടോ. അപ്പൊ അവര് വേറെ മരുന്ന് കഴിക്കൂല, അത് പ്രശ്നമാണല്ലോ. അപ്പൊ നമ്മൾ വിളിച്ചു പറഞ്ഞാലും ഒക്കെ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് വീഡിയോ കോൾ ചെയ്ത് അവരെ ഇതുള്ള ഫോണുള്ള ആളെ വീഡിയോ കോൾ ചെയ്ത് എല്ലാവരെയും കണ്ടിട്ട് ഇവിടുന്ന് മരുന്ന് ഓരോരുത്തരുടെയും പേര് ആക്കി മരുന്ന് പാക്ക് ചെയ്ത് കാർട്ടണിലാക്കി. അന്ന് ഇവിടെ എം സ്വരാജ് ആണ് ഇവിടെ ഞങ്ങളുടെ MLA. എം സ്വരാജ് വഴി ഇവിടെ നിന്ന് ഈ പെട്രോൾ കൊണ്ടുപോകുന്ന വണ്ടികൾ ഉണ്ടല്ലോ, ടാങ്കർ വണ്ടികളിലാക്കി ഓരോ ജില്ലയും മാറി മാറി അത് അവിടെ എത്തിച്ചു. അങ്ങനെ ഞാൻ പല പ്രാവശ്യം ഇവിടുന്ന് മെഡിസിൻസ് ഇവിടുന്ന് അങ്ങോട്ട് എത്തിച്ചിരുന്നു. അതൊന്ന് പത്രത്തിൽ വന്നിരുന്നു തോന്നുന്നു. ഓക്കെ, ഇനി ഒരു സംശയം കൂടെ ഉള്ളൂ, അതൊന്ന് ഷോർട്ടാക്കി. അവിടുത്തെ ആദിവാസി ഊരിനെ കുറിച്ച് എന്തെങ്കിലും സാഹിത്യം എഴുതുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ധാരാളമായിട്ടും. എൻ്റെ എഴുത്തുകളിൽ എൻ്റെ ഒരു കുട്ടികളുടെ നോവലുണ്ട്, അവാർഡ് കിട്ടിയതാണ്. അത് വയനാടാണ് അതിൻ്റെ. പിന്നെ എൻ്റെ മൂർച്ച എന്ന് പറഞ്ഞൊരു ചെറുകഥാ സമാഹാരമുണ്ട്. അതിൽ മിക്കവാറും കഥകളും എൻ്റെ അനുഭവങ്ങളിൽ നിന്ന്. ഫിക്ഷൻ ആണല്ലോ, പിന്നെ ഡയറക്റ്റ് അല്ല. നമ്മൾ അതിന് കിട്ടുന്ന ത്രെഡ് മുഴുവനും അവിടെ. കൂടുതൽ എൻ്റെ കൃതികളിൽ കൂടുതലും അവരൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എന്തായാലും ഡോക്ടർ കൊണ്ടുവന്ന ആളിനെ തന്നെ നമുക്ക് നന്ദി പറയാനും ക്ഷണിക്കാം. സലീംകുമാർ ഡോക്ടറെ. സലീംകുമാർ. ഓക്കെ, ഞങ്ങള് ഹോമിയോ കോളേജിൽ ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചവരാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് ഈ അടുത്തത് നമ്പറുമാണ്. സലീംകുമാർ MB, സലീല MP ആണ്. പിന്നെ മാത്രമല്ല ഞങ്ങൾ കുറച്ചുപേർ അന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നവരുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് എല്ലാവരും ചേച്ചി ചേട്ടന്മാരൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഗ്രൂപ്പിൽ ശരീരം BSc കഴിഞ്ഞിട്ട് വന്നതന്നെ പോലെ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ അന്ന് പോലെ ഒരു അടുപ്പമുള്ളതാണ്. അതിങ്ങനെ തുടരുന്നു. പിന്നെ ഇങ്ങനെ ഒരു വഴി തിരിഞ്ഞു വന്ന് എന്റെയൊക്കെ സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജീവിതം അതിനൊരു നിയോഗവും ഒക്കെ വേണമല്ലോ. പിന്നെ ശരീര നിങ്ങളറിയാത്ത ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ജീവിതത്തിൽ. അതെ, ഞാൻ സിംഗിൾ ആണ് കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ പറ്റണത്. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ ഇത് നാളെ ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ശൈല ഒരു ചെറിയ ശൈലയാണെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞിട്ട് കേരളം ആരാധിക്കപ്പെടുന്ന ഒരു ശൈലയായിട്ട് മാറുന്ന സംശയമൊന്നും വേണ്ട. എല്ലാവരും തിരിച്ചറിയുകയും നാളെ ഇത് കേരളത്തിലെ സമൂഹം നിങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതൊക്കെ സമൂഹം പതുക്കെ അറിയുന്നുള്ളൂ. എവിടെ നമുക്ക് ആത്മാർത്ഥതയുണ്ടോ അതനുസരിച്ചുള്ള ഒരു ഫലം നമുക്ക് കിട്ടാതിരിക്കില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളതിൻ്റെ വിളവെടുപ്പ്
തന്നെ നിങ്ങളെ തേടി വരും എന്ന് അതിനാൽ വീണ്ടും ഇനിയും വരണം. IFPH എന്നുള്ള വേദി എന്ന് പറഞ്ഞാൽ കുറച്ച് ആത്മാർത്ഥത മാത്രം കൈവന്നുള്ള ഒരു ഡോക്ടർമാർ ഒരു കൂട്ടായ്മയാണ്. ഇവിടെ ഇടയ്ക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കണം, ഇനി ഇടയ്ക്ക് വരണം, ഇതുപോലെ അധികമായിട്ടും വരണം എന്ന് IFPHന് വേണ്ടിയിട്ട് ഞാൻ സ്നേഹം അറിയിക്കുന്നു. പിന്നെ ഇങ്ങനെ ഒരു സേവനപാതയിൽ കൂടെ ചരിക്കുന്ന നിങ്ങൾക്ക് IFPHന് വേണ്ടി വിജയാശംസകൾ നേരുന്നു. ഓക്കെ. താങ്ക് യു. ഓക്കെ സലിംകുമാർ ഡോക്ടറെ ഇങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നതിനും നന്ദി പറഞ്ഞതിനും രണ്ടിനും സലിംകുമാർ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതല്ല, ഇപ്പൊ നീ ഒരു കുറ്റബോധം തോന്നുന്നത്. എനിക്ക് എത്രയോ നേരത്തെ കൊണ്ടുവരാമായിരുന്നു തോന്നിയില്ലോ പുറത്തുമ്പോ. അതാണ്, അത് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ സലീംകുമാർ ഡോക്ടറെ, അപ്പോഴേ നടക്കും. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടോ. ഈ സാധാരണ അവരുടെ ഉത്സവങ്ങളുണ്ട്, അവരുടെ ഉത്സവത്തിൽ അവരുടെ ഗ്രൂപ്പിൽ പെട്ടവർ പോലും വേറെ ഇതിലുള്ളവർ പോലും പങ്കെടുക്കാത്തതാണ്. ഞാൻ അവരുടെ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യും, അവരുടെ കൂട്ടത്തിൽ ഡാൻസ് ചെയ്യും, എല്ലാം ചെയ്യും. നമ്മളിപ്പോ ആദിവാസിയായി പണി ഡാൻസ് ഒക്കെ പഠിച്ചു. ആ പാട്ടൊക്കെ ഒന്നുകൂടെ അതൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ ആ പാട്ടൊക്കെ കേൾക്കും, അതിന്റെ ഡാൻസിന്റെ കാര്യങ്ങളും ഒരുപാട് ഇന്ന് പറയാത്ത വിഷയങ്ങളെല്ലാം പറയും. എന്തായാലും വളരെ സന്തോഷം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനും ഇങ്ങനെ ഇതിനെ കുറിച്ചെല്ലാം വിവരിച്ചതിനും. ഇതെല്ലാം നമ്മൾ കേട്ടിരിക്കുന്ന ഡോക്ടർമാർക്കെല്ലാം ഒരുപാട് ഊരുകളുണ്ട്, മാനന്തവാടിയിൽ മാത്രമല്ല പല ജില്ലകളിലും ആദിവാസി ഊരുകളൊക്കെ ഉണ്ട്. ഡോക്ടറുടെ ഈ ക്ലാസ് ഒരുപാട് പേർക്ക് പ്രചോദനം ഉണ്ടാവട്ടെ എന്നും ഡോക്ടർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.